എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടെ ഉച്ച കഴിഞ്ഞൊരു സെഷൻ നമ്മൾ തുടങ്ങുകയാണ്. ഊണൊക്കെ കഴിഞ്ഞ് ചെറിയ ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് നല്ലൊരു നാടൻ പാട്ടൊക്കെ കേട്ട് ചെറിയൊരു ഉഷാറൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് ചെറുതായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ചെറിയൊരു അനാലിസിസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണ് സംഗതി എന്നുള്ള ഒരു പ്രഭാഷണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ സംഗീതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും പലതാണ് തോന്നുക, അല്ലേ? സംഗീതം എന്ന് പറഞ്ഞാൽ അമൃതധാരയാണ്, ഗന്ധർവ ഭാഷയാണ്, ദേവഭാഷയാണ് എന്ന് മുതൽ പരബ്രഹ്മം വരെ പല സംഭവങ്ങളും സംഗീതത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരും ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഈ രീതിയിൽ അതിനെ കാണാത്തവരും സംഗീതം പാടുന്നുണ്ട്, നമ്മളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സംഭവം? എന്തുകൊണ്ടാണ് പലരും പല രീതിയിൽ പറയുന്ന ഈ സാധനത്തിൻ്റെ ആക്ച്വലി ഇതിൻ്റെ സയൻസ് എന്താണ്? അല്ലെങ്കിൽ ഇതിൻ്റെ സയൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ഒരു ഭൗതിക വശം എന്താണ്? നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് പലതും തോന്നുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ കേൾക്കുന്ന ഈ സാധനം എന്താണ്? അതാണ് ബേസിക്കലി നമ്മൾ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന സാധനം. ഓക്കെ, ഇത് കീറ്റ്സ് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞു എന്ന് പലരും പറയുന്നുണ്ട്. ഐസക് ന്യൂട്ടൺ ഒരു മഴവില്ലെടുത്ത് അതിനൊരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് 7 നിറങ്ങളായിട്ട് അതിനെ വിഭജിക്കുകയും അതെന്താണെന്ന് വിവരിക്കുകയും ചെയ്തതോടെ അതിലുണ്ടായിരുന്ന കവിത മുഴുവൻ പോയി എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിപ്പോൾ ഇന്റർനെറ്റ് കാണുന്ന എല്ലാം വിശ്വസിക്കരുതെന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞു എന്നും പറയുന്നുണ്ട് ആളുകൾ. അപ്പോൾ നമുക്കിതൊന്നും വിശ്വസിച്ചു വിടാം. കീറ്റ്സ് പറഞ്ഞു ഇല്ലയെന്ന് അറിയില്ല. ഈ സംഭവം ശരിയാണ്. കാര്യം ഒരു സാധനത്തിൻ്റെ നമ്മൾ കല അല്ലെങ്കിൽ നമ്മൾ വേറൊരു തലത്തിൽ ആസ്വദിക്കുന്ന ഒരു സംഗതി നമ്മൾ അതിൻ്റെ ആക്ച്വലി സംഭവം എന്താണ്, ഭൗതിക തലത്തിൽ അത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ നേരത്തെ നമ്മൾ ആസ്വദിച്ചിരുന്ന രീതി നമുക്ക് മാറാം. പക്ഷേ എന്നാൽ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇത് എന്താണ്, ഈ നമ്മൾ ആസ്വദിക്കുന്ന സാധനം എന്താണെന്നുള്ള വ്യക്തമായ അറിവോട് കൂടി തന്നെ നമുക്ക് ഒരു പക്ഷേ അതിനെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കൊള്ളുന്ന നിർബന്ധമില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വേറൊന്ന്, ഇതിൻ്റെ അകത്ത് ഞാനിപ്പം ഇത് പറയുന്നതിനിടയിൽ നമ്മൾ സംഗീതം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഭാഷ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പം അത് വെസ്റ്റേൺ മ്യൂസിക്കിലാണെങ്കിൽ CD, F, A, B, C എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിലാണെങ്കിൽ സരിഗമ പദനിസ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ ഇറങ്ങിയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റില്ല, കാര്യം അത് ഈ സംരംഭത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ബെയർ ചെയ്യുക. പക്ഷേ എന്ന് വെച്ചാൽ ഹൊറർ ഫിലിമായിട്ട് ഇങ്ങനെ കാണണ്ട, വലിയ ഭീകരത ഇല്ലാതെ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് വെച്ചൊരു അത്. അപ്പം നമുക്ക് എന്നാലും ഈ നമ്മൾ സംഗീതത്തെക്കുറിച്ച് പല സ്ഥലത്ത് കേൾക്കുമ്പോൾ പലരും അതാണ് ഇതാണെന്ന് പറയുമ്പോഴും ഒക്കെ ഇതെന്താണ് നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കാൻ ഈ ഒരു പ്രസൻറ്റേഷൻ കൊണ്ട് സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാനിത് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഐസക് ന്യൂട്ടനെ കുറിച്ച് ഇപ്പം പുള്ളി പ്രിസത്തിൻ്റെ കാര്യം പറയാതെ വേറൊരു സംഭവം കേട്ടിട്ടുണ്ട്. അങ്ങനെ മാവിൻ്റെ ചോട്ടി പോയപ്പോൾ അല്ല ആപ്പിൾ മരത്തിൻ്റെ ചോട്ടി പോയപ്പോൾ തലയിൽ ആപ്പിൾ വീണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണെന്ന് നമുക്കറിയില്ല, സാധ്യത വളരെ കുറവാണ്. പക്ഷേ ചില അപകടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ചില സംഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പുതിയ ചിലത് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതും ചെറിയ 1-2 അപകടങ്ങളിൽ കൂടിയാണ്. കേൾക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒന്ന് കേട്ട് നോക്കിയ കാര്യം, അതുകൊണ്ടൊരു ഉദ്ദേശമുള്ളത് നമ്മൾ അത് ചെയ്യുന്നതിന്. Music is the name of love. Puppy, your name is love. Kissing is the part of love. Mary is the result of love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Music is the name of love. Puppy. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു സാധനം കൂടി നമുക്ക് കാണാം. ഇത് ഇംഗ്ലീഷ് ആയിരുന്നു, അടുത്തത് മലയാളമാണ്. പടരുവതെന്റെ പാടി നടന്നു മറഞ്ഞൊരു വഴികളിൽ ഈറനണിഞ്ഞ കരാഞ്ജലിയായി നീ പാതുകമുദ്രകൾ തേടി നടപ്പു ഗോപവധൂജന വല്ലഭനെന്നും സരിഗരികം മാപദ മപദ പദനി മാപദ പദന താനസനി സനി മകരി സനി സരിഗ മകരി സനി സരിഗ മകരി സനി സരിഗ ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീരവം മുരളീരവം ഹരിമുരളീരവം
ഹരിമുരളീരവം ഹരിമുരളീരവം രവാ രവാ. അപ്പൊ ഈ രാഗം ഏതാന്ന് കേട്ടവർക്കാർക്ക് മനസ്സിലായി കാണില്ല, പക്ഷെ പുള്ളി പാടി, ആത്മാർത്ഥമായിട്ട് പാടി അല്ലേ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിടുകയാണ്. പാട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എല്ലാവർക്കും പാടാൻ പറ്റുമോ നമ്മളിപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിനോട് ചോദിച്ചറിയാം, ഒരു കുട്ടിയെ പാടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും, ഇല്ലൊരു രാഷ്ട്രീയ പ്രശ്നമാവും. ആ കുട്ടിയെ പാടിച്ചു, എന്നെ പാടിച്ചില്ല, എൻ്റെ മോനല്ലേ എൻ്റെ മോൾ എന്തുകൊണ്ട് പാടിക്കൂടാ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതും നമുക്ക് ഒന്ന് പറ്റുവാണെങ്കിൽ ഇതും എന്തുകൊണ്ടാണ് ചിലർക്ക് പാടാൻ പറ്റുന്നത്, എന്തുകൊണ്ട് ചിലർക്ക് പാടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എന്ത് കഴിവുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഒരു സംഭവം കൂടി നമുക്ക് പറ്റുവാണെങ്കിൽ ഈ പ്രസന്റേഷനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അതായത് ഗോത്രവർഗ കാലമോ അതിന് മുന്നെയോ മനുഷ്യൻ വേട്ടയാടി ഹണ്ടർ ഗ്യാദർ എന്നൊക്കെ പറയുന്ന സമയത്ത് സംഗീതം എന്ന് പറയുന്ന സംഭവം തുടങ്ങിയത് ഒരു പക്ഷേ അതിനൊക്കെ ഭാഷയുടെ ഉൽപ്പത്തിക്കും മുന്നെയാണ് സംഗീതം ഉണ്ടായത് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ഒരു എക്സ്ട്രീം ഒരു ഇമോഷൻ, ഇപ്പോൾ കുട്ടിക്ക് വിശക്കുന്നു, ഭാഷയില്ല, അമ്മയോട് പറയണം, അങ്ങനെ പല എക്സ്ട്രീം ഇമോഷൻസ് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി. അതിപ്പോൾ വിശപ്പായാലും സന്തോഷമായാലും സങ്കടമായാലും അങ്ങനെ ഭാഷയ്ക്ക് മുമ്പ് ഉണ്ടാക്കിയിരുന്ന ശബ്ദങ്ങളിൽ നിന്നാണ് സംഗീതം ഉത്ഭവിച്ചതിരുന്നത് എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു തിയറിയുണ്ട്. അതുപോലെ തന്നെ ഈ അന്ന് കാലത്ത് സംഗീതം നോൺ വോക്കൽ, അതായത് നമ്മൾ പാടുന്നതല്ലാതെ ഉപകരണ സംഗീതം എങ്ങനെ തുടങ്ങി? അതും ആദ്യം കാലത്ത് ഒരിക്കലും ഒരു ഉപകരണം ഉണ്ടാക്കി ആരും പാടിയതായിരിക്കില്ല. അത് മിക്കവാറും എന്തെങ്കിലും അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, മേ ബി ഒരു ബോ, അവരുടെ ഒരു വില്ലിന്റെ ഒരു ഞാണിങ്ങനെ ടിങ്ങൊക്കെ ഒരു സൗണ്ട് കേട്ടു, അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അല്ലെങ്കിൽ മേ ബി ഒരു മുളന്തണ്ട്, ഒരു നമ്മളിപ്പോൾ ഫ്ലൂട്ട് ഉണ്ടാക്കുന്ന സാധനം, ഒരു ഈറ്റയുടെ കുഴലെടുത്തിട്ട് ഒരു പക്ഷേ തീ ഊതുമ്പോഴായിരിക്കും, വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും അതിൽ നിന്ന് വരുന്ന ശബ്ദം. ഇങ്ങനെ എവിടെയോ വെച്ച് ആക്സിഡന്റലായിട്ടായിരിക്കണം ഈ ശബ്ദം നമ്മൾ കണ്ടുപിടിച്ചതും അത് കേൾക്കാൻ നല്ല സുഖമുണ്ടെന്നും അങ്ങനെ തുടർന്ന് നമുക്ക് ഈ സാധനം കൊണ്ട് വേറെ പലതും ചെയ്യാം. നമുക്കിത് കേൾക്കാൻ ഒരു എന്റർടൈൻമെന്റിനുള്ള ഒരു ഉപകരണമായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് നമ്മൾ മ്യൂസിക്കിനെ യൂസ് ചെയ്യാം എന്നൊരു കൺസെപ്റ്റ് ഒരു പക്ഷേ ആ രീതിയിലായിരിക്കാം വന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതൊരു സൗണ്ടാണ് സംഭവം ഒരു മ്യൂസിക് എന്ന് പറയുന്ന ഒരു സൗണ്ട്, ശബ്ദം വെച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ് മ്യൂസിക്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ മ്യൂസിക്കിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് സൗണ്ട് എന്താണ്, ആദ്യം ശബ്ദം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് മ്യൂസിക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, പ്രകമ്പന, അത് വൈബ്രേഷൻസ് ആണ് ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്. വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡീസിൽ നിന്നാണ് ശബ്ദം ഉണ്ടാകുന്നത്. അതുപോലെ ശബ്ദം ഒരു സ്ഥലത്തു നിന്ന്, പ്രകമ്പനം ഉണ്ടാകുന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ ചെവിയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ആവശ്യമാണ്. നമ്മളിപ്പോൾ എയർ വഴിയാണ്, നമ്മളെ വായുവിൽ കൂടിയാണ് നമ്മളിത് കേൾക്കുന്നത്. വായു ഇല്ലാത്ത സ്ഥലത്ത് ശൂന്യാകാശത്ത് പോയാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എനർജി ട്രാൻസ്ഫർ ആണിത്, ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ബോഡിയിൽ നിന്ന് അത് ഈ മീഡിയം, അതായത് എയർ വഴി നമ്മുടെ ചെവിയിൽ വരെ എത്തുന്നു, അങ്ങനെ നമ്മൾ കേൾക്കുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ഇതൊരു തരംഗമാണ്, ഒരു വേവാണ്. നമ്മൾ കണ്ടിട്ടുള്ള വേവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെള്ളത്തിലൊരു കല്ലെടുത്തിരുന്നു, അവിടെ ഒരു ഓളം വരുന്നു. ആ ഓളം എന്ന് പറഞ്ഞാൽ അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അത് വേവ് പോകുന്നത് ഒരു സൈഡിലോട്ടാണെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ട് വരും. നമ്മുടെ കടലിലെ തിരയൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ വരാം. അപ്പം ഈ സൗണ്ട് ജനറലി നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഒരു 340 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ സൗണ്ട് എയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫിസിക്കൽ അതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 340. അതൊക്കെ ഒരു ബേസിക് അടിസ്ഥാനപരമായ സംഭവങ്ങളാണ്, നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മേളിൽ കാണുന്ന സാധനം ഒരു അതുണ്ടോ, അതൊരു ട്യൂണിങ് ഫോർക്ക് എന്ന് പറയും. ഇത് ആക്ച്വലി മ്യൂസിക്കലി യൂസ് ചെയ്യുന്ന സാധനമാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ട്യൂൺ ചെയ്യാൻ വേണ്ടി അതിങ്ങനെ ഒരു വലിയൊരു മെറ്റലിൻ്റെ ഒരു സാധനമാണ്. അതിങ്ങനെ പിടിച്ചിട്ട് ടീങ് അടിച്ചാൽ ആ സൗണ്ട് കേട്ടിട്ടാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പണ്ട് ട്യൂൺ ചെയ്തിരുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം മറ്റേ സ്കൂളിൽ കോളേജിലൊക്കെ ഫിസിക്സ് ലാബിലാണ് ഈ സാധനമൊക്കെ കാണുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഫിസിക്സ് ലാബിന് വേണ്ടി ഉണ്ടാക്കിയ എന്തൊരു സാധനമാണ് ഈ ട്യൂണിങ് ഫോർക്ക് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കൈ ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു എയർ പ്രഷർ ഉണ്ടാക്കുന്നു. തിരിച്ചു വരുന്ന പറഞ്ഞാൽ അവിടെ ഒരു വാക്യൂം ഉണ്ടാകുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രഷർ വരുന്നു, തിരിച്ചു വരുമ്പോൾ അതൊരു വാക്യൂം ആവുന്നു. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധനമാണ്, ഈ വേവാണ് നമ്മളെ ചെവിയിൽ വന്ന് വീഴുന്നതും നമ്മൾ കേൾക്കുന്നത്. നമ്മളെ നമുക്ക് പരിചയമുള്ള ട്രാൻസ്വേഴ്സ് വേവായിട്ട് നോക്കിയാൽ ആ പീക്ക് ഉണ്ടല്ലോ, അതിനിടയിലുള്ള സാധനമാണ് നമ്മൾ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. തരംഗത്തിന്റെ നീളം, തരംഗ ദൈർഘ്യം എന്ന് മറ്റു മലയാളത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ആ സാധനങ്ങൾ മൂവ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ ഒരു സൗണ്ടിന്റെ സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ അടിസ്ഥാനപരമായ ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ സംഗീതം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും.
അപ്പോൾ ഇതിൻ്റെ സമ്മറി ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുന്നോ അതിനെയാണ് ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നത്. ഓഡിയബിൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി, എല്ലാ ഫ്രീക്വൻസിയും നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്കൊരു 20 മുതൽ 20,000 വരെയാണ് ഏകദേശം. 20,000 ഒന്നും നമുക്ക് പലപ്പോഴും കേൾക്കാൻ പറ്റില്ല. ഒരു 8, 10, 12 ആയി കഴിഞ്ഞാൽ മിക്കവാറും നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. വെറുതെ കാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ മറ്റേ എന്താ പറയുക, സാറ് പറഞ്ഞ വെടി വെച്ചാൽ പോകാമെന്ന് പറഞ്ഞൊരു സാധനമാണ് അത്. അതിൻ്റെ അകത്ത് വേറെ അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. വേറെ ഒന്ന്, അപ്പോൾ ഈ 340 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പോണത്. 20 വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേവിന്റെ നീളം നമ്മളൊന്ന് തിരിച്ച് കാൽക്കുലേറ്റ് 340/20 അത്രേ ഉള്ളൂ. വേറെ വലിയ കണക്കൊന്നും ഇല്ല. 17 മീറ്റർ ആണ് നമുക്ക് കേൾക്കാവുന്ന ഏറ്റവും ചെറിയ വേവിന്റെ നീളം എന്ന് പറഞ്ഞാൽ. 17 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹോളിന്റെ നീളം ഏകദേശം ഒരു 10 മീറ്റർ എന്ന് കൂട്ടിക്കും. അപ്പോൾ ഈ 2 ഹോളിന്റെ നീളമാണ് നമുക്ക് കേൾക്കാവുന്ന ഏറ്റവും ചെറിയ വേവിന്റെ നീളം എന്ന് പറയുന്നത്. അത് ഒരു പ്രഷർ വന്ന് അടുത്ത പ്രഷർ ഇങ്ങനെ വരണത് 17 മീറ്റർ ദൂരെയാണ്. അവിടെ മൂലം നമ്മൾ കേട്ടു തുടങ്ങും. അതിൽ താഴെയുള്ളത് ചില മൃഗങ്ങൾക്ക്, ഇപ്പം നായ പോലുള്ള മൃഗങ്ങൾക്ക് കേൾക്കാമെന്ന് പറയും. പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റില്ല. ഹ്യൂമൻ ബീങ്സിന്, മനുഷ്യർക്ക് നമുക്കത് കേൾക്കാൻ പറ്റില്ല. 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ആ ഫ്രീക്വൻസിയിൽ 20,000 തരംഗങ്ങളാണ് ഒരു സെക്കൻഡിൽ നമ്മുടെ ചെവിയിൽ വരുന്നത്. അത് 340 മീറ്റർ നീളത്തിൽ 20,000 എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു നോക്കിയാൽ 17 മില്ലിമീറ്റർ, അതായത് 1 സെന്റിമീറ്ററിന്റെ 2 സെന്റിമീറ്ററിന്റെ കുറച്ച് താഴെ. ഇതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വേവ് എന്ന് പറയുന്നത്. ഇതിനിടയിലുള്ള സാധനമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിയബിൾ ഫ്രീക്വൻസി. ഇനി നമ്മൾ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സൗണ്ടിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത്. ഒന്ന് ഫ്രീക്വൻസി നമ്മളിപ്പോൾ പറഞ്ഞു, എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും. പിന്നെ മ്യൂസിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം ഹാർമോണിക്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് കണ്ടു, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് വെച്ചിട്ട് നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി മാത്രമല്ല വരുന്നത്. സപ്പോസ് നമ്മളിപ്പോൾ 100 ഹെർട്സിൽ വൈബ്രേറ്റ് ചെയ്യാൻ പാകത്തിനൊരു സ്ട്രിങ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചെന്നുണ്ടെങ്കിൽ ആ വേവ് അത് വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ 100ന്റെ ഹാർമോണിക്സ് എന്ന് പറയും. അതിൻ്റെ മൾട്ടിപ്പിൾസ് 200, 400 അങ്ങനെയുള്ള ഫ്രീക്വൻസിയിൽ എൻ്റെ കൂടെ കയറി വരും. ആ ഡിഫറൻസ് ആണ് നമ്മളിപ്പോൾ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, നമ്മളൊരു വയലിൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലൂട്ട് കേൾക്കുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ്സ് തമ്മിലുള്ള വ്യത്യാസം, പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഹാർമോണിക്സ് ആണ്. അപ്പോൾ ഒരു വേവും അതിൻ്റെ പല മൾട്ടിപ്പിൾസ്, അതിൻ്റെ പല ഗുണിതങ്ങൾ കയറി വരുന്നതാണ് ഹാർമോണിക്സ്. ഈ സംഭവങ്ങൾ മ്യൂസിക്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന് ടിംബർ, ഇതൊരു ടെക്നിക്കൽ ടേം ആണ് മ്യൂസിക്കിൻ്റെ. അതായത് നമ്മളെ മറ്റിപ്പോൾ നമ്മളെ സൈറ്റിൽ നമ്മൾ വിഷൻ്റെ അകത്ത് കാഴ്ചയിൽ കളർ എന്ന് പറയുന്ന പോലത്തെ അതിൻ്റെ ഇക്വലൻ്റ് ആണ് നമ്മൾ മ്യൂസിക്കിൽ ടിംബർ എന്ന് പറയുന്നത്. അത് കേൾക്കുന്ന അതിൻ്റെ ഒരു ടോൺ ക്വാളിറ്റി. ഓക്കെ, സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഓർഗനൈസ്ഡ് സൗണ്ട്. ചില ഫ്രീക്വൻസികളെ നമ്മൾ കേൾക്കുള്ളൂ, എല്ലാം കേൾക്കില്ല. ഇപ്പോൾ നമ്മളൊരു കാറിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ നോയ്സ് കേൾക്കും, അല്ലെങ്കിൽ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ പല നോയ്സ് കേൾക്കും. ദാറ്റ്സ് നോയ്സ്. അതിന് ഒരു ശബ്ദ കോലാഹലമാണ്. അത് മ്യൂസിക് അല്ല ഒരിക്കലും. മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനിക്കും ഇന്ന ഫ്രീക്വൻസിയെ വരാവുള്ളൂ, അത് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ആ സംഭവമാണ് നമ്മൾ മ്യൂസിക് എന്ന് പറയുന്നത്. ആ ഒരു വേവ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഹാർമോണിക്സിൻ്റെ അല്ലെങ്കിൽ പല വേവുകൾ ഒരുമിച്ച് വരുമ്പോൾ കാണുന്നൊരു എഫക്റ്റാണ് നമ്മളവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ആ ചുവപ്പും നീലയാണ് 2 വേവ്, ആ കറുപ്പ് അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ 2 വേവുകൾ ഒരേ സമയത്ത് വരുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ കേൾക്കുന്നത് ആ മൂന്നാമത് കറുത്ത കളറിൽ കാണുന്ന വേവാണ് നമ്മൾ ആക്ച്വലി കേൾക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പല ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പല ഹാർമോണിക്സിന്റെ എഫക്റ്റ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ 50, 100 ഫ്രീക്വൻസികളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും നമുക്ക് കേട്ട് നോക്കാം. ഒരു പ്യുവർ ഫ്രീക്വൻസി, സൈൻ വേവ് എന്ന് പറയുന്നത് ടെക്നിക്കലി, ആ ഫ്രീക്വൻസി നമുക്കൊന്ന് കേട്ട് നോക്കാം എങ്ങനെയാണ് ഈ സാധനം. അതായത് 1 മുതൽ 20,000 വരെ ഉള്ളത് നമ്മൾ ഫ്രീക്വൻസി ഒന്ന് കേട്ട് നോക്കാം, ഇത് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത്. ഫ്രീക്വൻസി അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഏകദേശം സൗണ്ട് ചെയ്യണത്. ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ കേട്ട സംഭവമാണ്. ഏറ്റവും താഴെ മുതൽ മേളിൽ വരെയുള്ള ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു 8,000 എങ്കിലും കേൾക്കാത്തവരെ ഉടനെ പോയി ഡോക്ടറെ കാണുക, എന്തോ പ്രശ്നമുണ്ട് നമ്മുടെ കേൾവിക്ക്. ഓക്കെ, 50ൻ്റെ ഇടയ്ക്ക് താഴെ നമ്മൾ 30 കാണിച്ചില്ല, 50 കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോയി ഒരു ഡോക്ടറെ കാണുന്നത് ശരി, നമ്മുടെ ചെവി വർക്ക് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു 50 അല്ലെങ്കിൽ 30 മുതൽ അറ്റ്ലീസ്റ്റ് ഒരു 8,000 വരെയെങ്കിലും നമ്മൾ കേട്ടിരിക്കണം.
സോ ഇതിപ്പോൾ നമ്മളൊരു പ്യുവർ വേവ് ആണ് നമ്മൾ കേട്ടത്, ആസ് പ്യൂർ ആസ് ഇറ്റ് ക്യാൻ ബി. നമ്മുടെ സ്പീക്കറിൽ ഹാർമോണിക്സ് വരെ അത് വേറെ കാര്യം, എന്നാലും പ്യുവറായിട്ട് മാക്സിമം പറ്റുന്ന ഒരു വേവ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ നമുക്കൊരു ഫ്ലൂട്ട് അല്ലെങ്കിൽ പിക്കോളോ എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിലാണ് ഇതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി പുതിയതായിട്ട് അപ്പോൾ മ്യൂസിക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കയറുന്നതിന് മുന്നേ ഞാനിത് ആദ്യകാലത്ത് എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് മുന്നേ നമ്മൾ മ്യൂസിക്കിൻ്റെ അക്ഷരങ്ങളൊന്ന് പഠിച്ചിരിക്കണം. കാര്യം ഇത് മൊത്തം ഫ്ലാഷ് ആദ്യം മുതൽ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് നമുക്ക് ഫ്ലാഷ് ബാക്കിൽ ബാക്കി ഇത് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഇൻസ്ട്രുമെന്റ് പിയാനോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, വെസ്റ്റേൺ വേൾഡിലൊക്കെ ഒരു ആദ്യത്തെ നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ വലിയ തറവാട്ടിലൊക്കെ ആന മേടിച്ച് വെക്കുന്ന പോലെ ആൾക്കാർ മേടിച്ച് വെക്കുന്ന ഒരു സാധനമാണിത്. മ്യൂസിക് കൂടാതെ ഒരു ആഢ്യത്വത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ലക്ഷക്കണക്കിന് കൊടുത്ത ആൾക്കാർ മേടിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ മ്യൂസിക്കിൽ പുള്ളി ഒരു രാജാവാണ്. ഇങ്ങേര് ചെയ്യുന്ന പല പരിപാടികളും വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി ഒരു രാജാവാണ്. അപ്പോൾ ഇങ്ങേരെ നമ്മളിപ്പം പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൊരു കീബോർഡ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു കീബോർഡ് ഉണ്ട്. നമ്മളെ ഫോണിൽ ക്യുവേർട്ടി എന്ന് പറഞ്ഞിട്ടൊരു കീബോർഡ് ഉണ്ട്. ക്യുവേർട്ടി കീബോർഡ് നമ്മൾ ഫോണിൽ മാത്രമല്ല, അതിന് മുന്നേ കമ്പ്യൂട്ടറിൽ, അതിന് മുന്നേ ടൈപ്പ് റൈറ്ററിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് ഉണ്ട്. QWERTY അല്ലെ, അല്ലെങ്കിൽ ASDFG എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ABCD എന്ന് എഴുതുന്നില്ല? അതിനൊരു കാരണമുണ്ട്. കാര്യം ചില അക്ഷരങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നു, ചില അക്ഷരങ്ങൾ കുറച്ച് യൂസ് ചെയ്യുന്നു. രണ്ട് കൈ വെച്ച് ടൈപ്പ് ചെയ്യണം. അപ്പോൾ രണ്ട് കൈക്കും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ലോഡ് വരണം. ഇങ്ങനെ അതുകൊണ്ട് ഒരു കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 8 വിരൽ വെച്ചിട്ട് നമുക്ക് ഒരു തമ്പുകൊണ്ട് സ്പേസ് ബാർ ഇങ്ങനെ ഈ സാധനം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് നമ്മൾ QWERTY കീബോർഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മ്യൂസിക്കിന് ഒരു QWERTY കീബോർഡ് ഉണ്ട്. അതാണ് ഈ പിയാനോ മുതൽ ഹാർമോണിയം, അക്കോർഡിയൻ ഇങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കറുപ്പ് വെളുപ്പ് കട്ടകൾ ഇങ്ങനെ വെച്ചിട്ട് സാധനം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാതെ, എന്നാലും മ്യൂസിക്കിൻ്റെ അക്ഷരങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പോകും. അതെങ്ങനെ ഇരിക്കും സാധനം, കറുപ്പും വെളുപ്പുമായിട്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് പിയാനോയിൽ 88 കീ ഉണ്ടാവും. 12x7, പിന്നെ അങ്ങേരത്ത് 4 3 4 3 4 3 1 4 8. അപ്പം 84 88 കീ ആണ് സാധാരണ ഒരു സ്റ്റാൻഡേർഡ് പിയാനോയിൽ. ഇതിലൊരു പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 ബ്ലാക്ക് കീ, പിന്നെ ഒരു 3 ബ്ലാക്ക് കീ, പിന്നെ ഒരു 2, പിന്നെ ഒരു 3, ഇങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. അപ്പോൾ ഓരോ 5 ബ്ലാക്ക് കീയും 7 വൈറ്റ് കീയും 12 എണ്ണമാണ്. QWERTY കീബോർഡ് ഒരെണ്ണേ ഉള്ളെങ്കിൽ മ്യൂസിക് കീബോർഡിന്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഈ 12 എണ്ണം റിപ്പീറ്റ് ചെയ്ത് പോകും. സെയിം അക്ഷരങ്ങളാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. മ്യൂസിക്കലി സെയിം ആണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു ക്ലോസപ്പ് നമുക്ക് നോക്കാം. ഈ സാധനത്തിന് നമ്മൾ താഴെയുള്ള വെള്ളമുള്ള തൽക്കാലം നോക്കിയാൽ മതി. CDEFGABC എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഇതിന് പേര് വിളിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ തൽക്കാലം അതിന് സരിഗമ പദനിസ എന്ന് പറയും. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ ഉപയോഗത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിൽ മ്യൂസിക്കലി യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എല്ലാം സെയിം തന്നെയാണ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഈ പേര് മാത്രം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് എന്തിനാണ് ഈ CDEFGABC എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മാത്സിലൊക്കെ ഉപയോഗിക്കാറില്ലേ, മറ്റേ ചാക്കോമാശി ഉപയോഗിക്കുന്ന A+B² എത്രയാണെന്ന് ചോദിക്കുന്നില്ലേ അല്ലേ? അവിടെ നമുക്ക് വേണമെങ്കിൽ അല്ലേ വേറൊരു പേരിട്ടിട്ട് പങ്കജാക്ഷൻ പ്ലസ് ദൃഷ്ടദ്യുമ്നൻ (² എത്രയാണെന്ന് ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലോചിച്ച് വരുമ്പോഴേക്കും തന്നെ സമയം കുറേ എടുക്കും. ഇത് നമ്മുടെ തലയിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. അത് നീളമുള്ള പേരുകൾ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി അക്ഷരങ്ങൾ മാത്രം പേരുകളായിട്ട് നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി. നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാം. ഈ സാധനം വെച്ചിട്ട് എങ്ങനെയാണ് മ്യൂസിക് ഉണ്ടാക്കുന്നത് എന്നുള്ള ചെറിയൊരു ഡെമോ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം. This is Happy Birthday playthrough. So the first line is G G A G C B. The second line is G G A G D C. The third line is so it's G G higher G E C B A. And the final line is F F E C D C. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം. നമ്മൾ ഈ അക്ഷരങ്ങൾ പെരുക്കി നമ്മൾ ആദ്യം മലയാളത്തിൽ തറ പറ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അക്ഷരം പെറുക്കി ഏകദേശം ഒരു പാട്ട് ആദ്യം ഉണ്ടാക്കി തുടങ്ങിയാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും.
ഈ അക്ഷരങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത് ഒരു മ്യൂസിക്കിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളൊരു ചെറിയൊരു സംഭവം നമ്മൾ ഇപ്പോഴും നോക്കുന്നേ ഉള്ള കാര്യം. നമ്മൾ പിന്നീട് എ ബി സി ഡി എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സാധനം നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോഴും കേൾക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സംഗീതത്തിൽ 7 സ്വരങ്ങൾ എന്നുള്ളതാണ് നമ്മളിപ്പോഴും കേൾക്കുന്നത്. അതിങ്ങനെ പരമ്പരാഗതമായിട്ട് പറഞ്ഞു വന്നുകൊണ്ട് 7 എന്നുള്ളത്. പക്ഷെ നമ്മൾ നോക്കിയാൽ അറിയാം അവിടെ 12 എണ്ണം ഉണ്ട്. 7 വെളുത്തതും 5 കറുത്തതും ഉണ്ട്. ഈ വെളുപ്പും കറുപ്പും തമ്മിൽ അവിടെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേ ഫ്രീക്വൻസി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ തുടർന്ന് കാണും. ഇതിങ്ങനെ പരമ്പരാഗതമായിട്ട് ഒരു സമയത്ത് ഇപ്പം നമ്മൾ മ്യൂസിക് ആദ്യം തുടങ്ങുമ്പോൾ 7 നോട്ട് ഉണ്ടായിരുന്നില്ല, 2 നോട്ട് ഉണ്ടായിരുന്നുള്ളൂ. സ മേലിലുള്ള സ ഒരു ഫ്രീക്വൻസി, അതിൻ്റെ മേലിലുള്ള ഫ്രീക്വൻസി, അത് രണ്ടും ഒരുപോലെ ഇരിക്കും. അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീ വോയിസും അല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു കുട്ടിയും ഒരേ സമയത്ത് ഒരു പാട്ട് പാടി എങ്ങനെ ഇരിക്കും. ഒരാളുടെ കുറച്ച് ബേസ് കൂടിയ ശബ്ദമായിരിക്കും, ഒരാളുടെ ബേസ് കുറഞ്ഞ ശബ്ദം. അതുപോലെ ഒരു സ 2 നോട്ട്സ് വെച്ചിട്ടാണ് മ്യൂസിക് തുടങ്ങുന്നത്. പിന്നെയാണ് നമ്മളതിൽ പ എന്ന് പറഞ്ഞാൽ 5th ഇപ്പം നമ്മൾ വിളിക്കുന്ന നോട്ട് തുടങ്ങുന്നത്. അതിനുശേഷം പായ്ക്ക് ശേഷം മാ, അങ്ങനെ സ മാ പ, അങ്ങനെ 4 നോട്ടുകളൊക്കെ വന്നിട്ടാണ് പിന്നെ 7 ആകുന്നത്. അപ്പോൾ ഈ 7 എന്നുള്ള പേര് വരുന്ന സമയത്ത് ലോകത്ത് പലത് 7 ഉണ്ട്. അന്ന് ഗ്രഹങ്ങൾ വരെ 7 7 ഗ്രഹങ്ങളെ അന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ആഴ്ചയിലെ ദിവസങ്ങൾ 7 അതുപോലെ മഴവില്ലിന് അന്ന് 7 നിറമായിരുന്നു, അപ്പോൾ അതിലൊക്കെ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പലത് 7 ഉണ്ടായിരുന്ന സമയത്ത് എന്നാൽ ഇതും 7 ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 7 അങ്ങോട്ട് വെച്ചു. 7 വെച്ചിട്ട് പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബാക്കി ഇടയ്ക്ക് നോട്ട്സ് ഒക്കെ വന്നപ്പം നമ്മൾ അതിന് പിന്നെ അരാമുക്കാൽ എന്നൊക്കെ പേരിട്ടു. രാജസ്ഥാനിൽ ഒരു രാജാവുണ്ടായിരുന്നു, പുള്ളി സവായ് മാൻ സിംഗ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് ഒരു ബഹുമതി കൊടുത്ത് പുള്ളി 1.25 മനുഷ്യനാണെന്നാണ് പുള്ളിക്ക് ഒരു ബഹുമതി കൊടുത്തത്. അതായത് സാധാരണക്കാലം കുറച്ച് വലുത് എന്ന് പറയുന്ന പോലെ ഇവിടെ സിയുടെ മേലിലുള്ള ആളെ നമുക്ക് വേറൊരു പേര് കൊടുക്കുന്നതിന് പറഞ്ഞാൽ സി ഷാർപ്പ്, അതായത് സിയുടെ കുറച്ച് മൂത്തയാൾ, അല്ലെങ്കിൽ ഡി ഫ്ലാറ്റ്. ഡിയുടെ ഒരു ചെറിയൊരു ബി പോലെ ഒരു സാധനം കണ്ടോ, അതിന് ഫ്ലാറ്റ് എന്നാണ് വിളിക്കുക. അത് അപ്പം ഡിയേക്കാളും കുറച്ച് കുറഞ്ഞത്, അല്ലെങ്കിൽ സി ഷാർപ്പ് എന്നാണ് നമ്മളിപ്പോൾ ഇന്റർനെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന #ആണ് യൂസ് ചെയ്യുന്നത്. സി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ സിയേക്കാളും കുറച്ച് മൂത്തത്. അപ്പം നമ്മൾ ഇയാളുടെ ചേട്ടൻ, ഇയാളുടെ അനിയൻ എന്നുള്ള രീതിയിൽ പേരിടാൻ തുടങ്ങി. അതായത് സ്വന്തമായിട്ട് പേരൊന്നും കൊടുത്തില്ല, കാര്യം നമുക്ക് 7 എന്നുള്ളത് 7 അവിടെ വെക്കണം. ഈ 7 പ്രത്യേകത ഉണ്ട് മ്യൂസിക്കിൽ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ തിരിച്ചു വരാം. പക്ഷെ 12 സ്വരങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോഴുള്ള സർവ്വപരിപാടി നടക്കുന്നത്, 7 സ്വരങ്ങൾ. ഇനി നമ്മൾ ഇതിൻ്റെ ഇത്രയും ഒരു ആമുഖം അല്ലെങ്കിൽ ഇപ്പോഴെവിടെയാണ് എത്തി നിൽക്കുന്നത്, ഈ സംഭവത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളൊരു ചെറിയ അന്വേഷണം നമുക്ക് നടത്താം. പൈത്തഗോറസിനെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ, സ്കൂളിലെല്ലാം ഭീകരനാണ് പുള്ളി. പിള്ളേരെല്ലാം A² + B² = C² എന്ന് പഠിപ്പിച്ച മനുഷ്യനാണ്. അപ്പോൾ അതല്ലേ അത് പിന്നെയും പഠിക്കാം അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടോ കോണി കൊണ്ടുവന്ന് മതിലിൽ ചാരി വെച്ചു. കോണിയുടെ നീളം എത്രയാണ്, മതിലിൻ്റെ പൊക്കം എത്രയാണ്, ഈ മാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കൂളിൽ ചെയ്തിട്ടുള്ള ഓർമ്മയുണ്ടാവും. ഈ സാധനം കണ്ടുപിടിച്ച മനുഷ്യനാണ് പൈത്തഗോറസ്. പുള്ളി ഇങ്ങേര് മ്യൂസിക്കിൽ ആദ്യമായിട്ട് സംഗീതത്തിന് പുറകെ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പോലെ ആദ്യമായിട്ട് ഇതിൻ്റെ പുറത്തൊരു സയൻസ് ഉണ്ട്, ഇതെന്താണ് എന്ന് അന്വേഷിച്ച് തുടങ്ങിയ മനുഷ്യൻ പൈത്തഗോറസ് ആണ്. അതിനുശേഷം കെപ്ലർ എന്ന് പറയുന്ന നമ്മളെ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ പഠനം നടത്തിയ കെപ്ലർ വരെയുള്ളൊരു കാലഘട്ടം ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്. ഈ പൈത്തഗോറസ് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഒരു കഥയാണ്. ഇപ്പോൾ പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്, ഉള്ളതായിരിക്കാം ഇല്ലാത്തതായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുകൊണ്ട്, അത് കേട്ടാൽ നമുക്ക് സംഭവം മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് നമ്മൾ ആ കഥ പറയുന്നു. അപ്പം മിസ്റ്റർ പൈത്തഗോറസ് ഇങ്ങനെ രാവിലെ നടന്നു പോണ സമയത്ത് ഇരുമ്പ് പണിക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ പണിശാലയുടെ പണിസ്ഥലത്തിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങനെ ഇരുമ്പ് ചൂടാക്കിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട്, ടിങ് 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 ഇത് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പല സമയത്ത് പല സൗണ്ടാണ് വരുന്നത്, ഒരു സൗണ്ട് അല്ല വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു സൗണ്ട് ഇങ്ങനെ സൗണ്ട് വരുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്ത സൗണ്ട് മാറി വരും. അങ്ങനെ പുള്ളിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായതുകൊണ്ട് അകത്ത് ചെന്ന് നോക്കി. അപ്പോൾ അകത്ത് ചെന്ന് നോക്കി ഉടനെ ഈ പല നീളത്തിലുള്ള ഇരുമ്പിട്ട് അടിക്കുമ്പോഴാണ് ഈ പല പല ശബ്ദങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കെന്താണ് എന്ന് പുള്ളി അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ മ്യൂസിക്കിലേക്കോട്ട് പുള്ളി വരുന്നത്. പക്ഷേ ഇതിൻ്റെ അത് വേറൊരു കാര്യം, സൈഡിൽ കാണിച്ചിരിക്കുന്ന ഒരു സാധനം കണ്ടു, അത് പുള്ളിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സാധനം, ടെട്രാക്ടിസ് എന്ന് പറയും. ഈ സാധനം പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫിഗറാണ്. 10 ഡോട്ട് 10 ഈക്വലായിട്ട് ട്രയാങ്കിൾ വെച്ചിട്ട് ഒരു വലിയ ട്രയാങ്കിൾ ആക്കി അതിൽ 10 എന്ന് പറഞ്ഞൊരു പൂർണ്ണസംഖ്യയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു നമ്പറാണെന്നും ഇതിലൊക്കെ എന്തോ നിഗൂഢതകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരു പൈത്തഗോറസ് കൾട്ടിലെ ഒരു പ്രധാന, ഇന്നിപ്പോൾ ആൾക്കാർ കുരിശ് ഓം എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ ടെട്രാക്ടിസ്. ഇതിൻ്റെ ഒരു എഫക്റ്റ് പുള്ളി മ്യൂസിക് എങ്ങനെ അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അകത്ത് വരുന്നുള്ളതുകൊണ്ടാണ് നമ്മളത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പൈത്തഗോറസ് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ പല കാര്യങ്ങളെക്കുറിച്ചും വലിയ ധാരണയൊന്നുമില്ല. ഭൂമി അങ്ങോട്ട് പോകുന്നു, സൂര്യൻ എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ബാക്കി ഗ്രഹങ്ങൾ എവിടെ, നക്ഷത്രങ്ങൾ എവിടെ എന്നൊന്നും വലിയ ധാരണയില്ലാത്തൊരു സമയമാണ്. അപ്പോൾ അന്ന് കാലത്തെ മുതലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആളുകൾ പരീക്ഷിക്കാൻ ആഗ്രഹിച്ച ഒരു സംഭവമാണ് നമ്മൾ ഈ സംഗീതത്തിൽ മ്യൂസിക്കിൽ പല ടോൺ കേൾക്കുന്ന പോലെ മ്യൂസിക് ഓഫ് ദ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഹാർമണി ഓഫ് ദ യൂണിവേഴ്സ്. ലോകത്തിൽ ഈ പ്ലാനറ്റുകൾ, ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് ഒരു സംഗീതമുണ്ട്.
ഈ സംഗീതത്തിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല സ്വരങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. അങ്ങനെ ഒരു കണക്കുണ്ട്. അതാണ് ആ കണക്ക് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ധാരണയിൽ ചെയ്ത പല അങ്ങനെയൊക്കെയുള്ള ധാരണ പൈത്തഗോറസിന് ഉണ്ടായിരുന്നു. കെപ്ലറിന്റെ കാലം വരെ ആ ഒരു ധാരണകളൊക്കെ നിലനിന്നിരുന്നു. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ നിൽക്കട്ടെ. നമ്മൾ അടുത്തത് പൈത്തഗോറസ് എന്താണ് ചെയ്തതെന്ന് നോക്കാം. പുള്ളി മെയിൻലി ചെയ്തത് പല നീളത്തിലുള്ള സ്ട്രിങ് എടുത്തിട്ട് അതിൽ പരീക്ഷണങ്ങൾ ചെയ്തിട്ട് ഇതെങ്ങനെയൊക്കെയാണ്, ഇതിൽ എന്തൊക്കെ വരും എന്നുള്ളത് ചെയ്തതിൽ പ്രധാന ഒരു കണ്ടുപിടുത്തം ഒരു 100 സെന്റിമീറ്റർ ഉള്ള ഒരു, നമ്മൾ ഇന്നത്തെ കണക്കിൽ പുള്ളിയുടെ അന്ന കാലത്ത് സെന്റിമീറ്റർ അല്ല, 100 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ട്രിങ് അതെടുത്തിട്ട് അത് വൈബ്രേറ്റ് ചെയ്ത സപ്പോസ് 100 ഹെർട്സ് ആണ് എൻ്റെ ഫ്രീക്വൻസി എന്നിരിക്കട്ടെ. അതിൻ്റെ 1/4 ഭാഗം 4/3 നീളം, ബാക്കി നീളം കട്ട് ചെയ്തിട്ട് 4/3 എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി വേറെ ഒരു മ്യൂസിക്കൽ ടോണായിട്ട് വരും. ഇതുമായിട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. അതുപോലെ 3/2 ആക്കി കഴിഞ്ഞാൽ അതും ഒരു മ്യൂസിക് ഭാഷയിൽ കൺസോണൻസ് എന്ന് പറയും. കൺസോണൻസ് എന്ന് പറയുന്ന ഒരു സ്വര ചേർച്ച. അതുമായിട്ട് കേൾക്കാൻ നല്ല രസം. രണ്ടും ഒരേ സമയത്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു രസമുണ്ട്. ഏറ്റവും മുകളിൽ അതായത് ഇതിൻ്റെ നേരെ പകുതി ആയി കഴിഞ്ഞാൽ ഫ്രീക്വൻസി നേരെ ഇരട്ടിയാവും. അതിനാണ് നമ്മൾ താഴത്തെ സാ അല്ലെങ്കിൽ മേളിലത്തെ സാ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സി, താഴത്തെ സി മേളിലത്തെ സി എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ റേഷ്യോകളുണ്ട്. അപ്പം ഇതിലൊരു സീക്രട്ട് എന്ന് പുള്ളി പറയുന്നത് ഏറ്റവും മേലത്തെ ട്രയാങ്കിൾ 1:2 എന്നുള്ളൊരു റേഷ്യോ ആണ് പുള്ളി അതിൽ വെച്ചിരിക്കുന്നത്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ 2:3 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് രണ്ടാമത്തെ ലെവലിൽ. മൂന്നാമത്തെ ലെവലിൽ 3:4. അപ്പോൾ അതേ റേഷ്യോ എന്താ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, താഴത്തെ മേലത്തെ ആയിട്ട് 1:2, അടുത്തത് 2:3 മേളിൽ നിന്ന് രണ്ടാമത്തത്, അടുത്തത് 3:4. ഇങ്ങനെ വിവിധ ഫ്രീക്വൻസികൾ ഇദ്ദേഹം കണ്ടുപിടിച്ചു. ഇതിലാണ് സംഭവം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു സ്ട്രിങ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പലരും ഒരു പക്ഷേ ആലോചിച്ചേക്കാം. ഒരു സ്ട്രിങ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയ സംഭവം നോക്കിയിട്ട് നമുക്കിനി മുമ്പോട്ട് പോകാം. സംഭവം മനസ്സിലായ ആളെ മനസ്സിലായല്ലോ അല്ലേ? വൈക്കം വിജയലക്ഷ്മി, നമുക്കെല്ലാം അറിയാവുന്ന ഒരു കലാകാരിയാണ്. ഇവർ ചെയ്തത് ഈ പാട്ട് മൊത്തം ഒരൊറ്റ സ്ട്രിങ്ങിലാണ് വായിച്ചിരിക്കുന്നത്. അത് ചെയ്തിട്ട് ഒരു സ്ട്രിങ് വലിച്ചു കെട്ടിയിട്ട് അതിൽ വേറെ ഒരു റോഡ് വെച്ചിട്ട് അതിൻ്റെ നീളം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നീളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരൊറ്റ സ്ട്രിങ്ങിൻ്റെ നീളത്തിൻ്റെ വേരിയേഷനിലാണ് ഈ പാട്ട് മുഴുവൻ വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൈത്തഗോറസ് ഒരു വള്ളി വലിച്ചു കെട്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ആലോചിക്കേണ്ട, അതിൽ പലതും നടക്കും. അപ്പോൾ ഇവരിത് കാണിച്ചത് ഇപ്പോഴും നമുക്ക് വേണ്ട മ്യൂസിക്കിൽ ആ ഒരു മെലഡി പാട്ട് കംപ്ലീറ്റ് ഒരൊറ്റ സ്ട്രിങ്ങിൽ നമുക്ക് ഇന്നും പാടാവുന്നതേ ഉള്ളൂ. അതിന് പറ്റിയ കഴിവുള്ള കലാകാരന്മാരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ സെയിം പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള വേറെ ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് നമ്മൾ ഈ കണ്ട ലളിതമായിട്ട് പുള്ളിക്കാരി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇത് ഗായത്രി വീണ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. എന്ത് പേര് വേണമെങ്കിലും ഇടാവും. അപ്പോൾ നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരാം. ഇങ്ങനെ നമ്മൾ പൈത്തഗോറസ് പല തീലൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇന്നീ കുട്ടികളൊക്കെ വളർന്ന് വലുതായി എന്ത് പേരാണ് നമ്മൾ ഇവർക്ക് വിളിക്കുന്നത്. ഈ താഴെ 100 ഹെർട്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പുള്ളിയാണ് ഇന്ന് സാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത്തെ ആള് അതായത് 3:4 റേഷ്യോയിൽ ഉണ്ടാക്കിയ സാധനം, അതായത് ഈ സ്ട്രിങ്ങിന്റെ നീളം 3/4 ആവുമെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും, 4/3 ആവും. അതാണ് മാ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന സാധനം. അടുത്തത് നമ്മൾ പാ അല്ലെങ്കിൽ ജി എന്ന് പറയുന്ന സൗണ്ടാണ് ഒറിജിനൽ ഫ്രീക്വൻസിയുടെ 3/2, അതായത് 1.5 ഇരട്ടി. മേലിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ താഴത്തിൻ്റെ നേരെ ഇരട്ടി. ഇതാണ് ബേസിക്കലി ഈ പൈത്തഗോറസ് കണ്ടുപിടിച്ച 4 റേഷ്യോ. അപ്പോൾ ഇത് വളരെ നൂറ്റാണ്ടുകൾ ഈ ഒരു കണക്കിലാണ് പോയിരുന്നത്. അതായത് സാ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ആണെങ്കിൽ അതിൻ്റെ മേലിലത്തെ സാ അതിൻ്റെ നേരെ ഇരട്ടി, വളരെ സിമ്പിൾ. അതിൻ്റെ മേലത്തെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി.
ഇവിടെ നമ്മളൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ ഇയർ നമ്മളിത് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ലീനിയർ ആയിട്ടല്ല, ഇതൊരു എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷനിലാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ സൗണ്ടിൻ്റെ വോളി ആണെങ്കിൽ 70 ഡെസിബലിൻ്റെ 10 ഡെസിബൽ കൂടുതലുള്ള 80 ഡെസിബൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വീണ്ടും ഇരട്ടിയായി എന്ന് പറയുന്ന പോലെ ഇത് നമ്മൾ ഇരട്ടിയാവുന്നുണ്ടെങ്കിലും ഒരു ഒക്ടേവ് അല്ലെങ്കിൽ ഒരു 12 നോട്ടിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്കിവിടെ തോന്നുന്നത്. എന്തിനാണ് ഈ പുള്ളിയെ സാന്ന് വിളിച്ചതെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും വിളിക്കാം നമുക്ക്. ഓക്കെ, മറ്റേ ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ എവിടെ നിൽക്കണോ അവിടെ നിന്ന് ലൈൻ തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ട് പുള്ളി, അല്ലേ? ഹം ജഹാ ഖടെ ഹോത്തെ ഹൈ ലൈൻ വൈസേ ശുരു ഹോത്തി ഹൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. പുള്ളി എവിടെ നിൽക്കണോ അവിടെ നിന്നാണ് സംഭവം തുടങ്ങുന്നത്. ഈ സാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂസിക്കിൽ അമിതാഭ് ബച്ചനാണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി എവിടെ നിൽക്കണോ അവിടെ നിന്നാണ് ബാക്കി സംഭവങ്ങൾ. അത് നമുക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം. അല്ലെങ്കിൽ നമ്മൾ അക്ഷരം എഴുതും, നമ്മൾ ആപ്പിളിൽ നിന്ന് എഴുതാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇത് നമ്മൾ എഴുതാൻ പേപ്പർ എവിടെ തുടങ്ങുന്നോ അത് വെച്ചാണ് ബാക്കി നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വരുന്നത്. ഇതിലൊരു പേപ്പർ ഉണ്ടെങ്കിൽ ഏത് വേണം, എവിടെ തുടങ്ങാം, എവിടെ വേണമെങ്കിലും തുടങ്ങാം എന്ന് പറയുന്ന പോലെ ഈ സാധനം ഫ്രീക്വൻസി നമുക്ക് 100 വേണമെന്നൊന്നുമില്ല, അത് 200 ആക്കാം, 500 ആക്കാം, എത്ര വേണമെങ്കിലും ആക്കാം. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ഫ്രീക്വൻസിയിൽ വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ പൈത്തഗോറസ് നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, 1 മുതൽ 5th വരെ, സാ മുതൽ പാ വരെയുള്ള ഒരു ഇന്റർവെൽ, അതാണ് മ്യൂസിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നും പുള്ളി അന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കർണാടക സംഗീതത്തിൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ തമ്പുരു വെച്ചിട്ട് ഡ്രോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ബേസിക്കലി സാ പാസ എന്ന് പറയുന്ന 3 സൗണ്ടാണ്. അപ്പോൾ അന്ന് മുതൽ ഈ പാ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ജി ഓർ 5th എന്ന് പറയുന്ന നോട്ടിൻ്റെ പ്രാധാന്യം അന്ന് മുതലേ ഉള്ള സംഭവമാണ്. പൈത്തഗോറസ് വേറൊരു കണ്ടുപിടുത്തം നടത്തി, അതായത് C/G, അതായത് 3:2 റേഷ്യോയിൽ ഇങ്ങനെ ഓരോ നോട്ടായിട്ട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കീബോർഡിൽ 12 നോട്ടുകൾ പുള്ളി ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത്, ഒരു നോട്ടിനെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത നോട്ട്, അതിനെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ അടുത്ത നോട്ട്, അങ്ങനെ 12 നോട്ടുകൾ ഇങ്ങനെ ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ നോട്ടുകളുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം എന്നും പുള്ളി പറഞ്ഞിരുന്നു. അധികം ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇതിൽ കണക്ക് അവസാനം ഒത്തു വരുന്നില്ല. അതായത് ഇങ്ങനെ പറയാം, അതായത് ഒരു സർക്കിളിൽ നമ്മൾ 12 ഡിവൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ തുടങ്ങിയെടുത്ത് എത്തുന്നില്ല, അല്ലേ? നമ്മൾ ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞാൽ തുടങ്ങുന്നിടത്ത് തിരിച്ചെത്തണം. പക്ഷെ പുള്ളിയുടെ കണക്ക് കൂട്ടലിൽ ഒരു ചെറിയൊരു എററുണ്ട്. പുള്ളിക്ക് അറിയാം, പക്ഷെ അന്നത് സോൾവ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് വഴിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരുന്നു. ഈ സാധനത്തിൽ മ്യൂസിക്കിൽ പൈത്തഗോറസ് കോമ എന്ന് പറയും. പൈത്തഗോറസിൻ്റെ ഒരു പുള്ളിക്ക് സോൾവ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സംഭവമായിട്ടിരുന്നു. പിന്നെ ഈ കെപ്ലറിൻ്റെ കാലം എന്നൊക്കെ പറയുമ്പം ഏതാണ്ട് 16-ാം നൂറ്റാണ്ടാണ്. അപ്പോൾ ഏകദേശം 16 അല്ലേ 18-20 നൂറ്റാണ്ട് കഴിഞ്ഞു ഈ നമ്മുടെ പൈത്തഗോറസിൻ്റെ കാലമായിട്ട്. അതുകൊണ്ട് ആകെ കണ്ടുപിടിച്ചത് എല്ലാ നോട്ടിനും, നമ്മൾ പറഞ്ഞ 12 നോട്ടിനും ഓരോരോ ഫ്രീക്വൻസിയിൽ ആൾക്കാർ കണ്ടുപിടിച്ചു. ഇത് കാലം എന്നൊക്കെ പറയുമ്പം ഈ കാലത്ത് എന്നൊക്കെ കെപ്ലറിൻ്റെ കാലത്ത് ഒത്തിരി അന്ധവിശ്വാസങ്ങളുണ്ട്. കെപ്ലറും ഈ പറഞ്ഞ പോലെ ഹാർമണി ഓഫ് ദി യൂണിവേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ് കെപ്ലർ. അതുപോലെ തന്നെ ആ കാലത്ത് മ്യൂസിക്കിനെ കുറിച്ച് ഒത്തിരി അന്ധവിശ്വാസം, മതങ്ങളൊന്നും അന്ന് മ്യൂസിക് പ്രോത്സാഹിപ്പിക്കാത്ത സമയമാണ്. കാത്തലിക് ചർച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില മ്യൂസിക്കൽ നോട്ട്സ്, ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ 2 നോട്ട്സ് ഒരുമിച്ച് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് പിശാചിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ ടോണാണ്. അതുകൊണ്ട് അങ്ങനത്തെ ചില നോട്ട്സ് പോലും പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു കാലത്താണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലമായപ്പോഴേക്കും എല്ലാ നോട്ടുകൾക്കും ഒരു കണക്ക്, പൈത്തഗോറസ് 4 നോട്ടിനുള്ള ഫ്രീക്വൻസി എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലമായപ്പോഴേക്കും ഏതാണ്ട് 12 നോട്ടിനുള്ള ഫ്രീക്വൻസികളും കണ്ടുപിടിച്ചു. പക്ഷെ അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ല. ഈ സാധനം നമ്മൾ നോക്കിയാൽ ഈ 12 ഫ്രീക്വൻസികൾ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അൺഈവൻ സ്റ്റെപ്സ് ആണ് ഇയാളുടെ ഈ ഫ്രീക്വൻസികൾ അന്നും ഇരിക്കുന്നത്. അതായത് നമ്മളെപ്പോഴും ഈ സ്റ്റെപ്പിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സ്റ്റെപ്പിന് ഹൈറ്റ് കൂടുതൽ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പിന് ഹൈറ്റ് കുറവാണെങ്കിൽ നമ്മൾ ഉടനെ വീഴാനുള്ള ടെൻഡൻസി ഉണ്ട്. കാര്യം നമ്മുടെ മനസ്സിൽ ഒരു കണക്കൂട്ടലുണ്ട്, ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നല്ലത്. അതിൽ നിന്ന് വ്യത്യാസം വന്നാൽ അതൊരു കാൽക്കുലേഷൻ നമുക്കൊരു മിസ്റ്റേക്ക് വരും, നമ്മളത് പ്രശ്നമാവും, ചിലപ്പോൾ വീഴും എന്ന് പറഞ്ഞാൽ മ്യൂസിക്കലി അന്നുണ്ടായിരുന്നൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ അൺഈവൻ സ്റ്റെപ്സ് ആണ്. നമുക്ക് ആക്ച്വലി ഫൈനലി വേണ്ടത് ഈവൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആണ്. എല്ലാ ഫ്രീക്വൻസികളും തുല്യമായ രീതിയിൽ വിഭാഗിച്ച ഒരു ഫ്രീക്വൻസിയാണ് നമുക്ക് വേണ്ടിയത്. അപ്പം ഇത് നമ്മളുടെ പൈ എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പം ഇതുവരെ സംഭവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഈ മ്യൂസിക്കൽ ഫ്രീക്വൻസികൾ ഒരു സിമ്പിൾ റേഷ്യോ വേണം, 3:4, 4:3 അങ്ങനെയുള്ള നേച്ചുറലി വരുന്ന എല്ലാ സംഭവങ്ങളും നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ റേഷ്യോയെ വരാവുള്ളൂ എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം വരെ പോയിരുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് പറ്റും, ആക്ച്വലി പ്രതിയിലുള്ള എല്ലാം സിമ്പിൾ റേഷ്യോ ആയിക്കൊള്ളുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ പൈയുടെ 10,000 ഡിജിറ്റ് വരെയൊക്കെയുള്ള സൈറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും, അല്ലേ? പൈ 3.1415 അങ്ങനെ അങ്ങ് പോകുന്ന സാധനം എന്ന് പറഞ്ഞ പോലെ ഈ സിമ്പിൾ റേഷ്യോ, അതായത് 1:2, 2:3 എന്നുള്ളത് മാറിയിട്ട് വേറെ എങ്ങനെ നമുക്ക് ഈ മ്യൂസിക്കിനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം നമ്മൾ ആലോചിച്ചു. അപ്പോൾ അതിന് വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്ന ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ 6% ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മളൊരു ആൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏകദേശം 12 കൊല്ലം കൊണ്ട് നമ്മുടെ പൈസ ഇരട്ടിയായി കിട്ടും.
പക്ഷേ എക്സാക്ട്ലി ഇരട്ടിയാവില്ല, 201 രൂപയായിരിക്കും. 8% ആണെങ്കിൽ 9 വർഷം കൊണ്ട് 199 രൂപയാവും. അപ്പോഴേ ഇരട്ടിയിൽ ഇച്ചിരി കുറവായിരിക്കും. 12% എടുത്താലോ ഏകദേശം 6 വർഷം കൊണ്ട് ഡബിൾ ആവും, പക്ഷെ 197 ആവുള്ളൂ. ഇങ്ങനെ സമയത്താണ് തിരിച്ചാലോചിക്കുകയാണ് നമ്മൾ. ഇൻട്രസ്റ്റ് റേറ്റ് 5.94630 ഇങ്ങനെ ഒരു സംഖ്യ ആണെങ്കിൽ 12 കൊല്ലം കൊണ്ട് എക്സാക്ട്ലി 200 രൂപ കിട്ടും. 8.00 ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് ആണെങ്കിൽ 9 കൊല്ലം കൊണ്ട് 200 രൂപ. അതായത് അവസാനത്തെ സംഖ്യ നമ്മൾ റൗണ്ട് ഫിഗർ ആക്കി. മ്യൂസിക്കിൽ നമുക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത്. അവസാനത്തെ ഈവൻ സ്റ്റെപ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ 12 വർഷം കൊണ്ട് എന്ന് പറയാൻ നമുക്ക് 12 നോട്ട് കൊണ്ട് ഇത് നമ്മൾ ഡബിളാക്കി എടുക്കണം. അങ്ങനെയാണ് ഈ 12 നോട്ടിന്റെ കണക്ക് എന്താണെന്ന് പറഞ്ഞാൽ 12th root of 2 ആണ് മാത്തമാറ്റിക്കലി ഈ സാധനം. അതായത് ഏതൊരു സംഖ്യ അതുകൊണ്ട് തന്നെ നമ്മൾ 12 പ്രാവശ്യം കുടിച്ചാൽ 2 കിട്ടും. അതാണ് ചോദ്യം. സോ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഈക്വൽ ടെമ്പർമെന്റ് എന്നാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം. ഇത് വളരെ ലളിതമാണ്. പെർസെൻറ്റേജ് 5.9463094 whatever ആ നമ്പർ. സ്റ്റാൻഡേർഡ് മിഡിൽ സി, നടുക്കുള്ള സിയുടെ മേലിലുള്ള എ എന്ന് പറയുന്ന നോട്ട് 440 ഹെർട്സ്. അതിന്ന് താഴേക്ക് വരുന്നതോറും ഓരോ നോട്ടും ഈ പറഞ്ഞ 5.94% കുറഞ്ഞു വരും. അതിൻ്റെ ഫ്രീക്വൻസി മേലിലോട്ട് പോകുമ്പോൾ 5.94% കൂടി വരും. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഒക്ടേവ് താഴെ മുതൽ മേലിൽ വരെയുള്ള ഫ്രീക്വൻസി 261 523 ആവുന്നത് വരെയുള്ളതിനെ വേണമെങ്കിൽ 1200 സെന്റ്, അതായത് നമ്മൾ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സെമി ടോൺ സി ടു സി ഷാർപ്പ് എന്ന് പറയുന്ന ഒരു സെമി ടോണിനെ ഏകദേശം 100 സെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ കീബോർഡിൽ അതിൻ്റെ ഫ്രീക്വൻസികളും ഇങ്ങനെയാണ് ഈ ഫ്രീക്വൻസി പോകുന്നത്. പിയാനോ കീബോർഡിൽ നമ്മൾ മ്യൂസിക്കിൽ നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈനായിട്ടല്ല പോകുന്നത്. ഇത് താഴെ ഒരു 27.5 ഹെർട്സ് മുതൽ 4200 വരെ 4186 വരെയുള്ള ഒരു ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് പോവാണ്. നമ്മൾ എങ്ങനെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത്? ഈ സൗണ്ട് നമ്മുടെ ചെവിയിൽ വരുന്നു, അവിടെ നിന്ന് തലച്ചോറിലേക്ക് എന്ത് പോകുന്നു, എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചെറിയൊരു വീഡിയോ. As the sound hits the eardrum and it wiggles in and out, it sets up pressure waves inside a snail-like structure called the cochlea. The cochlea has hair cells lining it that are tuned to specific frequencies. So at one end, the hair cells only fire an electrical charge in response to low frequencies. At the other end, they fire an electrical charge in response to high frequencies, and of course everything in between. So the signal goes from the ear to the brainstem and up into the brain. And that electrical charge goes to the auditory cortex, which is amazingly laid out in pitch order, almost like a piano keyboard. The hair cells are wired to the auditory cortex in such a way that you've got low notes stimulating this part of the auditory cortex on up to high notes stimulating this part. We used to think that there was a music center in the brain. We don't think that anymore. There are music centers and they're spread all over the brain. The auditory cortex activates as it receives signals from the brainstem through the inferior colliculus and the medial geniculate nucleus. If you could look at all the different areas of the brain involved in extracting the signal from sound to turn it into music, you'd see a bunch of coordinated and a bunch of uncoordinated firing in different parts of the brain, kind of like a neural symphony, a neural orchestra. So pitch is processed in one set of neural regions, tempo in another, loudness in another, timbre, whether it's a violin or a trumpet or a human voice, in yet another, and it all comes together later. The later in this case is maybe 30,000ths of a second, so rapidly that you never knew the things were ever apart. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളിവിടെ പറഞ്ഞാൽ നമ്മളുടെ ചെവിയിലെ വിവിധ ഫ്രീക്വൻസികൾ നമ്മൾ സെൻസ് ചെയ്യുന്നു, താഴെ മുതൽ മേളിൽ വരെ ഉള്ളത്. അത് തലച്ചോറിൽ ഓഡിറ്ററി കോർട്ടെക്സിൽ എത്തുന്നു. അതിലെ അവിടെ പല ഭാഗങ്ങളിലായിട്ട് ഒരു ഓഡിയോ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് ഒരു സമയത്ത് വിശ്വസിച്ചിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സംഭവമില്ല. കേൾവിക്ക് മാത്രമായിട്ട് മ്യൂസിക് കേൾക്കാനുള്ളൊരു സംഭവം ഇല്ല. പല സ്ഥലത്തായിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്നു. അതിൽ ഒരു സെക്കൻഡിന് 30,000 ഒരു അംശത്തിൽ ഇതിൻ്റെ ടോൺ, ടിമ്പർ, ഫ്രീക്വൻസി പല സാധനങ്ങൾ പ്രോസസ്സ് ചെയ്ത് നമ്മളൊരു സൗണ്ടായിട്ട് ഇതിനുള്ളിൽ കേൾക്കുന്നു. ബേസിക്കലി ഇതാണ് നമ്മൾ ഈ ഇതിൽ വീഡിയോയിൽ കേട്ട സംഗതി. ഇനി നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, എന്തുകൊണ്ട് എല്ലാവർക്കും പാടാൻ പറ്റുന്നില്ല? മ്യൂസിക് സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇനി അതായത് നമ്മൾ മ്യൂസിക്കലി ഒരു സൗണ്ട് ഫ്രീക്വൻസി കേട്ടാൽ നമുക്കത് മനസ്സിലാവണം, ഇത് ഇന്നതാണ് നമ്മൾ കേട്ടത്.
അപ്പോൾ അത് മനസ്സിലാവണത് ഇനി അത് പഠിച്ചെടുക്കാൻ പറ്റുമോ ജന്മന കിട്ടുന്നതാണോ അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആയേക്കാം. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കഴിവ് വേണം. അതെന്താണ് സംഭവം? ഒന്ന് അബ്സല്യൂട്ട് പിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അബ്സല്യൂട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു കഴിവുണ്ട്. നമ്മളൊരു വീഡിയോ കാണാം ഇത് കഴിഞ്ഞിട്ട്. ഒരു മ്യൂസിക്കൽ നോട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏത് ഫ്രീക്വൻസി ആണെങ്കിലും ഇന്ന നോട്ടാണ് വേറെ എങ്ങും കേൾക്കാതെ പറയാൻ പറ്റുന്ന ചില ആൾക്കാരുണ്ട്. അതാണ് അബ്സല്യൂട്ട് പിച്ച്. പക്ഷെ അത് നമുക്ക് പാട്ട് പാടാൻ ആവശ്യമില്ല. പക്ഷെ രണ്ടാമത് റിലേറ്റീവ് പിച്ച്, അതായത് ഒരു സാധനം പിടിച്ചിട്ട് ഇതാണ് സാ അല്ലെങ്കിൽ ഇതാണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഫ്രീക്വൻസികൾ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടാൽ നമുക്കത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് റിലേറ്റീവ് പിച്ച് എന്ന് പറയുന്നത്. ആ ഒരു സംഭവമുള്ള ആളുകൾക്ക് ആണ് പാട്ട് പാടാൻ അല്ലെങ്കിൽ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. വേറൊരു സംഭവം ടോൺ ഡെഫ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് വിവിധ പല ടോണുകൾ കേട്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അത് നമുക്ക് കാണുന്നതിന് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ചിലർക്ക് കളർ തിരിച്ചറിയാൻ പറ്റില്ല, എല്ലാ കളർ കണ്ടാലും ഒരുപോലെ ഇരിക്കും എന്ന് പറയുന്ന പോലെ വിവിധ ടോണുകൾ കേട്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അത് ജനസംഖ്യയിൽ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. പക്ഷെ അവരെക്കുറി പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ല, എന്ത് കേട്ടാലും അവർക്ക് ഒരുപോലെ തന്നെ ഇരിക്കും. മ്യൂസിക് സെൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോൺ പ്ലസ് ഒരു സെൻസ് ഓഫ് റിതം തിരിച്ചറിയാൻ പറ്റുന്നതിനാണ് നമ്മൾ മ്യൂസിക് സെൻസ് എന്ന് പറയുന്നത്. മ്യൂസിക്കിൽ നമുക്ക് വേണ്ടിയത്, അതായത് ഒരു അവസരമല്ലാത്ത ഒരു മ്യൂസിക്കൽ നോട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിന് അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട ഫ്രീക്വൻസി, ഇപ്പം മിഡിൽ എ 440 എന്ന് പറഞ്ഞാൽ 3 സെൻറ്റ്, അതായത് അതിന് പെർസെൻറ്റേജിൽ പറഞ്ഞാൽ ഒരു പെർസെൻറ്റിൻ്റെ 1/17, ഒരു പെർസെൻറ്റിൻ്റെ 17 അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഒരു ഫ്രീക്വൻസി നമുക്ക് കേട്ടാൽ അത് മനസ്സിലാവണം അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു കഴിവുള്ള ആളുകൾക്കാണ് ആക്ച്വലി ഒരു മ്യൂസീഷ്യൻ ആവാൻ പറ്റുന്നത്. ആ കഴിവ് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ അത് വേറൊരു ക്വസ്റ്റ്യൻ. പക്ഷേ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിലേ ഒരാൾക്കൊരു മ്യൂസീഷ്യൻ ആവാൻ പറ്റുള്ളൂ. ബേസിക്കലി നമ്മൾ മ്യൂസിക് സെൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസി കേട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം, അത് അതുപോലെ റീപ്രൊഡ്യൂസ് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റണം. അല്ല, ഇതിലിപ്പം വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ, നമ്മളെല്ലാം ആനയെ കാണുന്നുണ്ട്, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചിലർക്ക് മാത്രമേ ആനയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അതേ ഷേപ്പിൽ അത് കണ്ട് വരച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആന പോലെ തന്നെ കാണുന്നവർക്ക് തോന്നണം എന്ന് പറയുന്ന പോലെ ഒരു ഫ്രീക്വൻസി കേട്ട് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് കേട്ടാൽ അത് അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ആക്യുറസി, ഈ ആക്യുറസി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെഷീനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണമെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അത്ര ഒരു ആക്യുറസിയാണിത്. 1/17%. ആ ഒരു ആക്യുറസിയിൽ ഈ സാധനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ മ്യൂസിക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ആദ്യം കേട്ട 2 പാട്ട് കേട്ടില്ലേ, പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം സരിഗമ എന്ന് പറയുമ്പം സാ രീ ഗമ ഓരോരുത്തരും ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി വരണം. ഇവിടെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ അക്ഷരം പറയുന്നുണ്ട്, പക്ഷെ ആ പറഞ്ഞ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സാധനം വരുന്നില്ല. അതാണ് ഈ പ്രശ്നം. ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ആർക്കും പാടാം. അത് പരിഹരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ അബ്സല്യൂട്ട് പിച്ച് എന്ന് പറഞ്ഞ ഒരു നോട്ട് കേട്ടാൽ ഇത്രയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. I don't think you're gonna stump me on this one. ഒരു മിനിറ്റ്. ഒരു കുട്ടിയാണ് ഈ സംഭവം പറയുന്നത്. ആ പുള്ളി ഒരു നോട്ട് പറയുന്നു, അത് ഏതാണെന്ന് കുട്ടി പറയും, അത് പാടി കേൾപ്പിക്കുന്നു. വേറൊന്ന് ആ നോട്ട് പുള്ളി അവിടെ വായിക്കുന്നു, ആ നോട്ട് ഏതാണെന്ന് കേട്ടിട്ട് ഈ കുട്ടി പറയുന്നു. I don't think you're gonna stump me on this one. All right, let me try here. I have you sing notes. Sing an A flat. C. How about F sharp? E. How about B flat? Okay, I'm gonna play a chord. I want you to listen to it and sing the notes. F sharp, C sharp, F sharp, D sharp, B, D. That's correct. All right. Name these. D, F sharp, C sharp, D, B flat, B. That's correct. All right. I want you to name and sing these notes. F, C, E flat, F, A flat, B flat, D. That's correct. Okay, this is going to be tough. This is a double polychord. Listen closely and tell me all the chords. D minor over F sharp major over B major over C major. Sing D minor. D, F, A, How about B major? B, D sharp, F sharp. Sing the note A flat. Okay, one last chord. I'm going to try and stump you. Here we go. E, B, G, B flat, E flat, A flat. Sing B flat, E flat, A flat. B flat, E flat, A flat. Very good, Dylan. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാമോ? ഇതാണ് മ്യൂസിക് സെൻസ് എന്ന് നമ്മൾ പറയുന്ന സാധനം. ഇപ്പം ഇതിങ്ങനെ ഒരു സൗണ്ട് കേട്ടാൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ കൊണ്ട് ഇത് പാടിച്ചു നോക്കുക. അല്ലെങ്കിൽ നമ്മളൊരു നോട്ട് വെച്ചിട്ട് നമ്മുടെ കുട്ടിക്ക് അത് പറയാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നോട്ട് നമ്മുടെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. സ്കൂളിൽ പോയി സാറിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ സാധനത്തിലെല്ലാം ഇന്ന് നമ്മുടെ മൊബൈലിൽ ആപ്പ് അവൈലബിൾ ആണ്. ഓക്കെ,
പിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്യൂണർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഒരു ട്യൂണർ ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതിൽ നമ്മൾ ആ അല്ലെങ്കിൽ സാ എന്ന് പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരേ ഫ്രീക്വൻസി ആണോ വരുന്നത്, അത് ഫ്രീക്വൻസി മാറുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പാടണോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു ടെസ്റ്റ് എടുത്താൽ മതി. ആ ഒരു സ്ഥലത്തിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു നോട്ട് ഒരു 30 സെക്കൻഡെങ്കിലും ഇങ്ങനെ ഒരേ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി സൂചി മാറരുത്, ആ സൂചി കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കാൻ പാകത്തിൽ ആ എന്നൊരു സാധനം ഒരു 30 സെക്കൻഡ് പാടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാടാം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം പാടാൻ പറ്റില്ല, വേണമെങ്കിൽ ഇത് പഠിച്ചിട്ട് പിന്നെ പാടാം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി മ്യൂസിക് സെൻസ്. ആ ഒരു ഫ്രീക്വൻസി കറക്റ്റായിട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ബേസിക്കലി അടിസ്ഥാനപരമായി നമ്മളുടെ അടുത്ത് ആരും പറഞ്ഞു തരാത്ത, അല്ലെങ്കിൽ നമുക്കിത് പുറമെ ആരും നമ്മളോട് പറയാത്തൊരു സംഭവമാണിത്. ഇനിയൊരു ചെറിയൊരു അല്പം മ്യൂസിക്കിൻ്റെ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് മ്യൂസിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതായത് നമ്മുടെ ഈസ്റ്റേൺ സിസ്റ്റവും വെസ്റ്റേൺ സിസ്റ്റവും തമ്മിലുള്ള ചെറിയ കമ്പാരിസണാണ്. വെസ്റ്റേൺ സിസ്റ്റത്തിൽ മ്യൂസിക്കൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് മ്യൂസിക് നമ്മളിപ്പം ഒരു കവിത അല്ലെങ്കിൽ ഒരു നോവൽ നമ്മളൊരു ബുക്ക് നോക്കി വായിക്കുന്നത് പോലെ മ്യൂസിക്കൽ നോട്ട്സ് എഴുതി വെച്ചിട്ട് വായിക്കുന്ന ഒരു സിസ്റ്റം വെസ്റ്റേൺ മ്യൂസിക്കിലുണ്ട്. നമുക്കതില്ല. ഇന്ത്യൻ മ്യൂസിക്കിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് സിസ്റ്റം നമുക്കില്ല. അപ്പോൾ ഇവരെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തം നമ്മൾ കാണാൻ പഠിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സ്റ്റാഫ് നൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ സ്റ്റേവ് എന്ന് പറയും, അമേരിക്കയിൽ സ്റ്റാഫ് എന്ന് പറയും. 2 സെറ്റ്. ആ മേലിലുള്ള സാധനം നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ല. മ്യൂസിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു സാധനം നമ്മൾ വരച്ച് കാണിക്കും അല്ലേ. നമ്മുടെ പിയാനോ കീബോർഡിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് പ്ലേ ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ളതേ ഉള്ളൂ. അത് വേറെ വലിയ സാധനമൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. താഴെ കാണുന്നത് ബാസ് ക്ലെഫ് എന്ന് പറയും. ആ സാധനത്തിൻ്റെയും പിയാനോയിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പ്ലേ ചെയ്യുന്ന ഭാഗം എന്നുള്ളതേ ഉള്ളൂ. പിയാനോ 2 കൈ കൊണ്ടും പ്ലേ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഒരേ നോട്ട്, ആ ഒരു വരയ്ക്ക് ഒരു നോട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള സാധനത്തിന് ഒരു നോട്ട്. അപ്പം നമ്മൾ മേലത്തെ ഏറ്റവും മേലെ ജി, അതിൻ്റെ താഴെയുള്ള വരയിൽ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എഫ് എന്ന് പറയുന്ന നോട്ട് പ്ലേ ചെയ്യുക. അതിൻ്റെ താഴെയുള്ള ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലിനും ഓരോ ലൈനിനും ഒരു പേരുണ്ട്. ഇങ്ങനെ നമ്മൾ മ്യൂസിക് വെസ്റ്റേൺ മ്യൂസിക്കിൽ എഴുതുന്നു. ഇത് നമ്മളെ പിയാനോ കീബോർഡ് ഓരോ നോട്ടുകളും നമ്മൾ കണ്ട നോട്ടുകൾ താഴെ മുതൽ മുകളിൽ വരെ എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. ഓരോ നോട്ടുകളും ഇങ്ങനെ നമുക്ക് എഴുതി വെക്കാം, അതനുസരിച്ചിട്ട് പാടാം. അപ്പോൾ നമ്മൾ ഈ വെസ്റ്റേൺ കമ്പോസേഴ്സ് പലരും അവർ മരിച്ച് 50, 100 വർഷങ്ങൾ കഴിഞ്ഞാണ് ചിലപ്പോൾ ആദ്യമായിട്ട് അവരുടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. കാര്യം അവർ പാടി കേൾപ്പിച്ചിട്ടില്ല ആര്. അവരവരുടെ ഡയറിയിലൊക്കെ ഇപ്പം മൊസാർട്ടിന് അങ്ങനത്തെ ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ അവർ പെർഫോമേഴ്സ് ആയിരുന്നു. അപ്പം ഒരു രാജാവ് വിളിച്ചിട്ട് പറയും അടുത്ത 30-ആം തീയതി ഇന്നൊരു പെർഫോമൻസ് വേണം. ഉടനെ പുള്ളി മ്യൂസിക്കൊക്കെ എഴുതും, സ്കോറൊക്കെ എഴുതി മറ്റേ കവിത എഴുതുന്ന പോലെ നോട്ടൊക്കെ എഴുതി എല്ലാം റെഡിയാക്കി വെച്ച് കഴിയുമ്പോഴേക്കും മറ്റേ സാധനം ക്യാൻസലായി പോണത്. പുള്ളി പറയും ഇപ്രാവശ്യം വരണം, ഞാൻ യുദ്ധത്തിന് പോകും, അതുകൊണ്ട് ഇപ്രാവശ്യം നീ പാടാൻ വരണ്ട, അല്ലെങ്കിൽ നിന്റെ കൺസേർട്ട് വേണ്ട. ആ സാധനം അവിടെ ഇരിക്കും. പിന്നെ പുള്ളി അതെടുത്ത് നോക്കിയിട്ടില്ല. അങ്ങനെയുള്ളതൊക്കെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ എസ്റ്റേറ്റ് എടുത്ത ആൾക്കാർ വർഷങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ 50, 100 വർഷങ്ങൾക്ക് ശേഷം ഈ പേപ്പർ കണ്ടിട്ട് അത് നോക്കിയിട്ട് വായിച്ചിട്ടാണ് നമ്മളിന്ന് അവരുടെ കേൾക്കുന്ന പല എന്താ പറയുന്നത് കമ്പോസിഷൻസ് നമ്മളിന്ന് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം പൊതുവെ പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ള ഒരു യൂറോപ്യൻ ട്രഡീഷൻ സയൻറ്റിഫിക്കലായാലും ഒരു ഫീൽഡിലായാലും മ്യൂസിക്കിലായാലും ഒരു നോളജ് ട്രാൻസ്ഫറിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ പറയുന്നത് എഴുതി വെക്കുക, അതിൻ്റെ റെക്കോർഡ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഓരോ ട്രഡീഷൻ ആയി കഴിയുമ്പം പരിധിന്ന് പറഞ്ഞാൽ അത് ഓരോ ജനറേഷൻ കഴിയുമ്പം അത് മാറിപ്പോകാനുള്ള സാധ്യത നമുക്കറിയാം. വേറെ എന്ന് പറഞ്ഞാൽ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ആർക്ക് വേണമെങ്കിലും പഠിക്കാം. മറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈപ്പിളിനെ ഞാൻ ചിലപ്പോൾ പഠിപ്പിക്കുകയുള്ളൂ, എനിക്ക് ഇവനെ ഇഷ്ടമില്ല, ഞാൻ പഠിപ്പിക്കില്ല അവനെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അവനെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു എഴുതി വെക്കുന്ന ഒരു സിസ്റ്റമാണ് വെസ്റ്റേൺ മ്യൂസിക്കിലെ നൊട്ടേഷനിലുള്ളത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. നമ്മൾ ജനഗണമന നമ്മളെ നാഷണൽ ആന്തം, ഓക്കെ, സ്ലൈഡ് പ്രസൻറ്റ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കേണ്ടതെന്ന് വിചാരിക്കാം അല്ലേ, നോട്ടേഷൻ കാണിച്ച് എഴുന്നേറ്റ് നിൽക്കേണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് സാധനം. ഇതിങ്ങനെ ഒരു പിയാനോയിൽ പ്ലേ ചെയ്താൽ നമ്മളുടെ നാഷണൽ ആന്തത്തിൻ്റെ ട്യൂൺ വരും. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഓരോ നോട്ട് എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് അതവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ നോട്ടിൻ്റെ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഈ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഈ ട്വിങ്കിൾ ട്വിങ്കിളിൻ്റെ ട്യൂണിൽ വേറൊരു പാട്ടുണ്ട്, നഴ്സറി റൈം, ABCDEFG കേട്ടുണ്ടാവും. ABCDEFG HIJK LMN, ഓക്കെ, HIJK അതുവരെ ഒരു സ്പീഡിൽ പോകും. അത് കഴിഞ്ഞിട്ട് LMNOP എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡിലാണ് പോണത്. ABCDEFG HIJK പിന്നെ ഒറ്റ ഓട്ടമാണ് LMNOP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഓരോ അക്ഷരങ്ങളിലെ നീളം വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് പല, ചിലതിന് വാലുണ്ട്, ചിലതിന് വാലില്ല. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെ നീള വ്യത്യാസമാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുപോലെ തന്നെ എവിടെ വോളിയം കൂട്ടി വായിക്കണം, കുറച്ച് വായിക്കണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഏകദേശം 9th സെഞ്ച്വറി മുതൽ ഈ മ്യൂസിക് എഴുതുന്ന പരിപാടിയുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്റ്റാഫ് നൊട്ടേഷൻ ഏകദേശം 13ാം നൂറ്റാണ്ട് മുതൽ നിലവിലുള്ളൊരു സംഭവമാണ് വെസ്റ്റേൺ മ്യൂസിക്കിൽ. അപ്പം ഈ നോക്കി ഒരു ചെറിയ ഡെമോ കാണാം. ഇത് ഈ നോട്ട് നോക്കി എങ്ങനെയാണ് ഒരു പിയാനോയിൽ വായിക്കുന്നത്. പിയാനിസ്റ്റിനെ നമ്മൾ കാണിക്കുന്നില്ല. പിയാനോയിൽ ഏത് കീ ആണ് പ്ലേ ചെയ്യുന്നത്, മെയിലിൽ ഏത് നോട്ട് വരാൻ നോക്കി ഒന്ന് ഫോളോ ചെയ്യാം.
ബിതോവന്റെ ഒരു ഫേമസ് ഒരു സൊനാറ്റയുണ്ട്, ഫ്യോർ എലീസി എന്ന് പറഞ്ഞിട്ട്. ഫോർ എലീസ എന്നാണ് ഫ്യോർ എന്ന പേര്. എലീസ എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി പുള്ളി എഴുതിയ ഒരു കോമ്പോസിഷനാണ്. ആ കോമ്പോസിഷൻ അതിൻ്റെ നോട്ട്സും പിയാനോ കീയിൽ അതെങ്ങനെ വരും എന്നുള്ള ഒരു ഇത് നമുക്ക് കാണാം. ഈ സാധനമാണ്. അത് വേറൊരു സംഭവമാണ്. ഇത് മലയാളം പാട്ടല്ലേ എന്ന് ചോദിച്ചാൽ, മലയാളം പാട്ടിന് മുന്നേ അജന്ത ക്ലോക്കിന്റെ ട്യൂൺ അല്ലേ എന്നാണ് സാറിനെ ചോദിക്കേണ്ടത്. സാറ് പാട്ടല്ലേ എന്ന് ചോദിച്ചത്. ഇതിനെക്കുറിച്ച് വലിയ സംഭവം ഉണ്ടായിരുന്നു. ഇതൊരു പാട്ടുണ്ടായ കഥ എന്ന് പറഞ്ഞാൽ, ഇതൊരു ഈ മലയാളത്തിൽ അകലെ എന്ന് പറഞ്ഞൊരു ഫിലിമിനാണ് ഈ സാധനം വന്നത്. അപ്പോൾ അതിൽ ഹീറോ ഒരു പിയാനിസ്റ്റാണ്. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ ശ്യാമപ്രസാദ് മറ്റായിരുന്നു. പുള്ളി പറഞ്ഞു ഈ സാധനം, അതായത് നായകൻ ഇങ്ങനെ ഒരു പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ക്ലാസിക് പീസ് വായിക്കുന്നു, അതേന്ന് പുള്ളി പാടി ഒരു മലയാളം പാട്ട് വരുന്ന അങ്ങനെ ഒരു സീൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കിയത്. അത് ബേസിക്കലി ബിതോവന്റെ ഒരു സിംഫണി. അപ്പോൾ പുള്ളി വായിച്ചുകൊടുക്കുന്ന നായകൻ അത് മലയാളം പാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അത് കോപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒത്തിരി സംഭവം ഉണ്ടായിരുന്നു. എം ചെയ്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, അജന്ത ക്ലോക്കിന്റെ ട്യൂൺ വരെ കോപ്പി അടിച്ചപ്പോൾ മലയാളം പാട്ട് ഉണ്ടാക്കുമെന്ന് ആൾക്കാർ പറഞ്ഞു. ബേസിക്കലി ഇറ്റ്സ് എ ക്ലാസിക് കോമ്പോസിഷൻ. അതാണ് സംഭവം. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിനി കുറച്ച് സ്പീഡിൽ പോവാം. വെസ്റ്റേൺ മ്യൂസിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ഫ്രീക്വൻസി തന്നെയാണ് നമ്മൾ ഈസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. അവിടെ പേര് മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാണുന്ന മൂന്നെണ്ണത്തിന് രീ 1, രീ 2, രീ 3 എന്നിങ്ങനെ പേര് പറയും. അത് അടുത്ത് തന്നെ ഗ, പിന്നെ മാ, 2 മാ ഉണ്ട്, പ, ഇങ്ങനെ ഓരോ പല പേരുകളിൽ നമ്മൾ ഈസ്റ്റേണിൽ ഫ്രീക്വൻസികളിൽ അബ്സല്യൂട്ട്ലി സെയിം ഫ്രീക്വൻസിയാണ് നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കിലും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസിയിൽ യാതൊരു വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ ഒരു പിയാനോ, നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു ടിങ് ടിങ് ഓരോ നോട്ട് കറക്റ്റായിട്ട് വീഴും. അതായത് നമ്മൾ വൈക്കം വിജയലക്ഷ്മി വായിച്ചൊരു പീസ് കണ്ടോ, അതിൽ ഒരു നോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്താണ് പോണത്. അപ്പോൾ ഒരു നോട്ടിൽ നിന്ന് വേറെ നോട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന, അതിൽ നിന്ന് സഞ്ചരിച്ച് പോണ ഒരു രീതി മാത്രമാണ് അവിടെ വ്യത്യാസം. ബാക്കി നോട്ട്സ് അല്ലെങ്കിൽ ആ ലാൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് എല്ലാം രണ്ടിലും സെയിം ആണ്. ഇങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട്, നമ്മൾ ഇതിലേക്ക് പോകുന്നില്ല. സായ്ക്ക് നമ്മൾ ഷഡ്ജം എന്ന് പറയും, രീക്ക് ഋഷഭം, ഓക്കെ, ഗായ്ക്ക് ഗാന്ധാരം. ഇതിലൊക്കെ ഓരോ മൃഗങ്ങളുടെ സൗണ്ടാന്നൊക്കെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, ഷഡ്ജം എന്ന് പറഞ്ഞാൽ മറ്റേ മഴക്കാലത്ത് മയിലിൻ്റെ പാടുന്ന സൗണ്ടാണ്. ഋഷഭം എന്ന് പറഞ്ഞാൽ കാളയുടെയാണ്. ഇപ്പോൾ മലയാളത്തിൽ ഇന്ത്യയിൽ ഋഷഭം എന്ന് പറഞ്ഞാൽ ഏത് കാളാന്ന് ചോദിക്കുക, ഉടനെ നന്ദി. ഇന്നലെ ശിവരാത്രി ആയിരുന്നപ്പോൾ നന്ദി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഗാന്ധാരം, മധ്യമം, പഞ്ചമം എന്ന് പറഞ്ഞാൽ കുയിലിൻ്റെ സൗണ്ടാണ്. ഗാന്ധാരം എന്ന് പറഞ്ഞാൽ ആടിൻ്റെ ശബ്ദമാണ്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആട് മറ്റേ ശ്രുതി നോക്കിയിട്ടാണ്, സി മേജർ നോക്കിയിട്ടാണോ പാടുന്നതെന്ന് ചോദിക്കരുത്. ഒരു സങ്കല്പമാണ്. സങ്കല്പമായിട്ടിരുന്നാൽ കുഴപ്പമില്ല. അത് അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നെ അന്ധവിശ്വാസം, വേറെ പല സംഭവങ്ങളൊക്കെ ആയിട്ട് വരും. വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ പല രാഗങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഈസ്റ്റേൺ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം എത്ര രാഗങ്ങൾ. അപ്പം ഇതൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ വഴി നമുക്കിത് മനസ്സിലാക്കാം. ഒരു ചെങ്ങായിക്ക് 2 പാൻറ്റും 3 ഷർട്ടും ഉണ്ട്. എത്ര കോമ്പിനേഷൻ ഇടാം പുള്ളിക്ക്? സിമ്പിൾ ഒരു ക്വസ്റ്റ്യനാണ്. എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാം? 6 കോമ്പിനേഷൻ ഉണ്ടാക്കാം. അതായത് നീല പാൻറ്റിൻ്റെ കൂടെ 3 ഷർട്ട് ഇടുന്നു, താഴത്തെ വയലറ്റ് പാൻറ്റിൻ്റെ കൂടെ 3 ഷർട്ട് ഇടുന്നു. 6 കോമ്പിനേഷൻ പുള്ളിക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ കണക്ക് എന്താണെന്ന് ചോദിച്ചാൽ 3 × 2, 3 × 2 ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഓരോ ഇത് വെച്ചിട്ട് പെട്ടെന്ന് പോവാം. ഈ ഗ, അതിൻ്റെ കോമ്പിനേഷൻ 6 കോമ്പിനേഷൻ ഉണ്ട്. ദ ആൻഡ് നീയുടെ 6 കോമ്പിനേഷൻ. മാ 2, ഇങ്ങനെ 6 × 6 × 2 എന്ന് പറഞ്ഞാൽ 72 രാഗങ്ങളാണ് നമുക്ക്
ഈസ്റ്റേൺ മ്യൂസിക്കിൽ പ്രധാനമായിട്ട് ജന്യരാഗങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ളത്. ഈ 72 എണ്ണത്തിൻ്റെ വെച്ചിട്ടുള്ള കളിയാണ്, ബാക്കിയല്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചക്രമായിട്ടൊക്കെ നമ്മൾ വരയ്ക്കുക. ഇനി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വിശ്വാസ പാട്ടിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഖ്യ ഉണ്ട്, കടപ്പയാതി സംഖ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പം ഈ രാഗത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഇപ്പോൾ ധീരശങ്കരാഭരണം എന്ന് പറഞ്ഞാൽ 2 എടുത്തിട്ട് അത് ഈ പറഞ്ഞ കണക്കിൽ 29ാമത്തെ രാഗം. കനകാംഗി എന്ന് പറഞ്ഞാൽ മേലത്തെ പറഞ്ഞിട്ട് 1ാമത്തെ രാഗം, ഏത് തുടങ്ങുന്ന സ്ഥലം. ഇങ്ങനെയൊക്കെയുള്ള കണക്കിലുണ്ട്. ഇതൊക്കെ ഒരു കണക്ക് എന്നുള്ളതല്ലാതെ ബേസിക്കലി 72 രാഗം 72 രീതി നമ്മൾ സെലക്ട്. Remember that very few people in Kerala got the knowledge of Kadavayadi number system. Practically 5 or 10 people may be knowing it. 5 or 10 ആൾക്കാർക്ക് മാത്രമേ കടവയാതി നമ്പർ സിസ്റ്റം ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് അറിയുള്ളൂ. ഭൂതസംഖ്യ അറിയുന്നവർ ആരുമില്ല. Nobody, very luckily. I know I have written a book on that one also. When I say I know, it is not projecting me with an egoistic view. അഹങ്കാരത്തോടുകൂടി പറയാണെന്ന് ധരിക്കല്ലേ, അറിയാമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ചെറിയൊരു പൊങ്ങച്ചാണ് കേട്ടത്. ഈ പറഞ്ഞ ടേബിളിലുള്ള സാധനമാണ് പുള്ളി പറഞ്ഞ കേരളത്തിൽ 5 പേർക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഒരു 100 പേർക്കും കൂടി ഏകദേശം മനസ്സിലാക്കിയാണ് ഈ സംഭവം. ഒരേ അക്ഷരത്തിന് ഒരേ നമ്പർ കൊടുക്കുക, അത്രയുള്ള സംഭവം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇനി ഈ ഓരോരോ നോട്ടുകൾ പല രീതിയിൽ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ കേൾക്കാമോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ശങ്കരാഭരണം എന്ന് പറഞ്ഞിട്ട് മൊബൈലിലെ ആപ്പാണ് കേട്ടോ. ഇത് മൊബൈലിൽ സാധാരണ സാധനങ്ങളുണ്ട്, ഇല്ലാത്തൊരു സാധനം ഇല്ല മൊബൈലിൽ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സാധനം കേൾക്കാം. ഇത് മോഹനം എന്ന് പറഞ്ഞിട്ട് വേറൊരു രാഗമാണ്. ഇത് നമ്മൾ ഭയങ്കര മഞ്ഞൾ പ്രസാദ് ഇങ്ങനെ പല പാട്ടുകളൊക്കെ ഉള്ള ഒരു സാധനമാണ്. ഇത് പക്ഷേ വെസ്റ്റേൺ മ്യൂസിക്കിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ കളർ മൊത്തം മാറും. ജസ്റ്റ് ഒരു ഗ്ലിംസ് നമുക്ക് നോക്കാം. Here it is again, all in context altogether. നമ്മൾ ഈ മോഹനം എന്ന് പറയുന്ന സെയിം സാധനം വെച്ചിട്ടുള്ള കളിയാണ് ഈ സാധനം. റോക്ക് മ്യൂസിക്, ബേസിക്കലി റോക്ക് സ്കെയിൽ എന്ന് പറയുന്ന സംഭവം ഇതാണ്. അപ്പം അവിടുത്തെ കളറും ഇവിടുത്തെ കളറും തമ്മിലുള്ള വ്യത്യാസം, അതായത് ആ രാഗം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് നമ്മളെ തോന്നൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് രാവിലെ ഇന്ന രാഗയെ പാടാവെന്ന് വേണ്ട, അത് മാത്രം പാടി എന്നിട്ട് ആ രാഗം കേട്ടപ്പോൾ രാവിലത്തെ ഫീലിംഗ് വന്നെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി താളം എന്നൊരു സംഭവം, ഇതിലേക്ക് നമ്മൾ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇങ്ങനൊരു സാധനമുണ്ട്. ഇത് വെച്ചിട്ടാണ് വെസ്റ്റേൺ മ്യൂസിക്കിൽ അവർ മെട്രോണോം എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് ഇത്. അപ്പോൾ നമ്മളൊരു 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നു. അതിൻ്റെ സ്പീഡ് ഒരു മിനിറ്റിൽ എത്ര കൗണ്ട് ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ സാധനം വരുന്നത്. നമ്മൾ ഈയിടെ ഒരു കോൺട്രവേഴ്സി കേട്ടിരുന്നു. ഭരത് ബാല പ്രൊഡക്ഷൻസിൻ്റെ ഒരു ജനഗണമന എന്ന് പറയുന്ന ഒരു സാധനം, അതിൽ കേസ് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ നാഷണൽ ആന്തം 52 സെക്കൻഡ് കൊണ്ട് പാടിത്തീരണം. അവർ 1.5 മിനിറ്റ് മാറ്റം എടുത്തു. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയുന്നുണ്ട്. ഈ ജനഗണമന നമ്മൾ 1 2 3 4 എന്ന് കൗണ്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ജനഗണമന തീരുന്നതാണ് വരെ 108 നോട്ടുണ്ട്. ജനഗണമന നമ്മൾ 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്താൽ തീരുന്നതാണ് വരെ 108 നോട്ട്. ഇത് 52 സെക്കൻഡ് കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം ഒരു മിനിറ്റിൽ 124 ബീറ്റ് വരാൻ പാകത്ത് ആ സ്പീഡ് നമ്മൾ ഈ സാധനത്തിൽ സെറ്റ് ചെയ്തിട്ട് വായിച്ചാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഈ നമ്പർ പോകുന്നത്. ഇതിന് 2 4 3 4 എന്നൊക്കെ പറഞ്ഞത് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ 1 2 3 1 2 3 എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ 1 2 3 4 1 2 3 4 അങ്ങനെ കൗണ്ട് റിപ്പീറ്റ് ചെയ്ത് പോകുക. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് പല പല റീതങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ 1 2 3 4 5 1 2 3 4 5 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ട് മലയാളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ മ്യൂസിക്കിലും സംഭവം കണക്ക് സെയിം തന്നെയാണ്. എത്രയാണ് 5 എണ്ണം വെച്ചാണോ 10 എണ്ണം വെച്ചാണോ? ഓക്കെ, ഇപ്പം ഇതിൽ സാധനം നോക്കിയപ്പം ഒരു എക്സാമ്പിൾ മിസ്റ്റർ ചാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം, തക്കിട്ട തക്ക ധിമി എന്ന് പറഞ്ഞാൽ 1 2 3 1 2 1 2 ആ സെയിം സാധനമാണ് തക്കിട്ട തക്ക ധിമി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. കണക്ക് രണ്ടിടത്തും സെയിം തന്നെ. എത്ര മാത്രം 7 5 3 2 ഇതൊക്കെയാണ് കണക്ക്. ഇനി നമ്മൾ കുറച്ച് സെക്ഷൻ സ്കിപ്പ് ചെയ്ത് പോകാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പല ലെങ്ത് വേരി ചെയ്തിട്ട് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പല ടൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിൽ ഓരോന്നിലും ഓരോ സൈഡ് വേരി ചെയ്തിട്ടാണ്. നമ്മളുടെ ബ്രെയിൻ പോലെയാണ്. ഇപ്പം വയലിൻ വന്നു വന്നാൽ അതിൻ്റെ അകത്താകെ 2-3 കഷ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി അതിൻ്റെ ബോഡിയൊക്കെ നമ്മളെ വയലിൻ്റെ പോയി ഇത്തരം സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ആൾക്കാർ വയലിൻ യൂസ് ചെയ്യുന്നത്.
ഇതിങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരുന്നു. ഇതിൽ വലിയ സംഭവമില്ല. കാര്യം ഇങ്ങനെ തലച്ചോറ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ. ഈ പറഞ്ഞ പോലെ വലിയ കൊടോ സാധനങ്ങളൊന്നും ഇല്ല. ഈ 2-3 ഇന്റർവ്യൂസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ പോണില്ല. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്കിത് നിർത്താം. സൗണ്ട് ഓഫ് സൺ എന്ന് പറഞ്ഞിട്ട് അത് സൂര്യൻ്റെ അകത്തുനിന്ന് ഓംകാരം വരുന്നു എന്നും പറഞ്ഞിട്ട് ഒരു ഭയങ്കര സംഭവം ഒരിടയ്ക്ക് വന്നിരുന്നു. ഇതെന്താണ് സംഭവം എന്നുള്ള ചെറിയതായിട്ടൊരു സാധനം നോക്കിയിട്ട് നമുക്കിത് ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. The sound of the sun was considered by most ancient religions as the most sacred sound of the universe. It is a sound that cannot be heard by the human ear, because the human ear only hears between 20 and 20,000 hertz. The sound of the sun is much lower in frequency and also much higher in frequency than we can hear. Could the sound of the sun be part of the universal language system? NASA has recorded the actual sound of the sun in deep space and compressed the inaudible waves so that human ears can hear it. If we listen to the sound, we can hear and feel a deep vibration. The sound of the sun recorded by NASA is precisely as the ancient Hindus had described it in the Vedas thousands of years ago. It is a mantra that can be intoned with human speech as Om. ഇങ്ങനെ ഒരു സൗണ്ട് കേൾപ്പിച്ചിട്ട് ഇത് ഓങ്കാരമാണ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നാസ റെക്കോർഡ്, ഇതെല്ലാം നാസയാണല്ലോ. അപ്പോൾ പൂച്ചയോട് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ ഉടമസ്ഥയ്ക്ക് പൂച്ച എന്താ പറഞ്ഞത്? എന്നെ നോക്കാൻ വീട്ടിലുള്ള സ്ത്രീ. ഇതാണ് പൂച്ചയുടെ സംഭവം എന്ന് പറഞ്ഞാൽ. നാസ എന്ന് പറഞ്ഞാൽ എന്താണ്? മതത്തിന്റെ വിവരങ്ങളെല്ലാം തെളിയിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നാസ. അപ്പോൾ നാസ ഓംകാരം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. Of interstellar space, presented by Science at NASA. Gurnett is the James Van Allen Professor of Physics at the University of Iowa and the principal investigator for the Plasma Wave Science Instrument on Voyager 1. At the press conference, he played some plasma wave data for the audience. The sounds, he explained, were solid evidence that Voyager 1 had left the heliosphere. Strictly speaking, the plasma wave instrument does not detect sound. Instead, it senses waves excited by electrons in the ionized gas or plasma that Voyager travels through. No human ear could hear these plasma waves. Nevertheless, because they occur at audio frequencies between a few hundred and a few thousand hertz, we can play the data through a loudspeaker and listen, says Gurnett. The pitch and frequency tell us about the density of gas surrounding the spacecraft. When Voyager 1 was inside the heliosphere, the tones were low, around 300 hertz, typical of plasma waves coursing through the rarefied solar wind. Outside, the frequency jumped to a higher pitch, between 2 and 3 kilohertz, corresponding to denser gas in the interstellar medium. The transition was music to Gurnett's ears. ഈ രണ്ട് നാസയും ഒരു യൂണിവേഴ്സിറ്റിയും കണ്ടുപിടിച്ചത് ഇത് അങ്ങ് വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ ഓമങ്കാരാണെന്ന് പറഞ്ഞത്. പുറത്ത് നമ്മൾ പറഞ്ഞാൽ പുറത്ത് സൗണ്ട് ഇല്ല. ഇതിപ്പോൾ സൂര്യൻ്റെ ഒരു വേവ് നമ്മൾ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ മൈലുകൾ നീളമുള്ള വേവ്സ് ആണ് അവിടെ. നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു വേവിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 17 മീറ്ററാണ്. ഈ മൈലുകൾ നീളമുള്ള ഇലക്ട്രോൺ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഒരു പിക്ചർ നോക്കിയിട്ട് അത് നമുക്ക് കേൾക്കാവുന്ന ഫ്രീക്വൻസിയിലാക്കിയിട്ട് അത് ഒരു സൗണ്ട് ആക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അല്ലാതെ അവിടെ സൗണ്ടൊന്നും ഇല്ല. അത് കേട്ടിട്ട് ഓം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു KCB ട്രാൻസ്ഫോമറിന് മുന്നേ അവിടെ എന്നൊരു സൗണ്ട് കേൾക്കാം. ഒത്തിരി അടുത്ത് കൊണ്ട പക്ഷെ കേൾക്കാം. അത് കേൾക്കണം, നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇതല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ ഈ 2010 ആദ്യത്തെ സംഭവം നടക്കുന്നത്. 2013 രണ്ടാമത്തെ റെക്കോർഡിങ്. അപ്പോൾ എന്താണ് സംഗതി എന്ന് ഇതുവരെ പറഞ്ഞില്ല. എന്താണ് സംഗതി? സംഗതി എന്താന്ന് പറഞ്ഞാൽ രജനീകാന്ത് കണ്ണട വയ്ക്കാൻ കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ എടുത്തിട്ട് ഒരു കറക്കാണ് പുള്ളി, അല്ലേ? വെറുതെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹീറോയിസ് ഇല്ല. പുള്ളി ഇങ്ങനെ കറക്കിയിട്ടാണ് കണ്ണട വെക്കണത്.
ഓക്കെ, സെയിം സാധനമാണ്. സംഗീതം കുറെ പഠിച്ചു കഴിയുമ്പോൾ സാ മുതൽ മാ വരെ പോണത് വെറുതെ പോയി കഴിഞ്ഞാൽ ഒരു രസമില്ല. അപ്പോൾ അവിടുന്ന് ഒരു 5-6 നോട്ടുകൾ അവിടെ ഇവിടെ പോയി ഇവിടെ പോയി കറങ്ങി തിരിഞ്ഞ് അടുത്ത നോട്ടിലെത്തി. ഇപ്പോൾ ഹരി മുരളി വരുന്ന പ്രശ്നമാണ്. ഹാരി മുരളി ഓരോ സാധനത്തിൽ ഓരോ നീട്ടും കുറുക്കും കുറേ വളച്ചിലും ഒക്കെ ഉണ്ട്. ഇത്ര സാധനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ സമയം കൊണ്ട് കുറേ അധികം നോട്ടുകൾ വളരെ സ്പീഡിൽ പാടി പോകുന്നതിനാണ് ഈ പറഞ്ഞ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവസാനം ഇതിലൊരു ചെറിയ കാര്യം, നമ്മളെ പഴയ നാടോടിക്കാരെന്ന് പറയുന്ന ഫിലിമിലെ സീനാണ്. ആദ്യം പശു മേടിച്ച് ഇപ്പോൾ ഒത്തിരി പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന സമയത്തൊരു സീനാണ്. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട് ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടക്കേണ്ടത് 50 രൂപ. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ. കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2100 രൂപ മിച്ചം. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4ആയി, 10ആയി, 50ആയി, 100ആയി, 1000ആയി. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വര രക്ഷിക്കണേ. ബാങ്കിൽ നിന്ന് കാശ് വാങ്ങി തന്നിട്ട് എന്നെ കള്ളനാക്കി എന്റെ വെക്കിട്ട് കയറാൻ വരുന്നു. തൊഴുത്ത് മാറി കെട്ടിയാൽ ഏത് പശുവായാലും 3-4 ദിവസത്തേക്ക് അത്ര ചെറുത്തു. അങ്ങനെ ചെറുത്തുന്ന പശുവിനെ ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കും. അമ്മാവ, ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു. ആ കറവക്കാരനോടെ ഇത്തിരി നെയ്യും കൂട്ടി നല്ലോണം പിഴിഞ്ഞ് കറക്കാൻ പറയാം. അതൊക്കെ പറഞ്ഞതാ, ഇനിയും പറ. എന്നാ നിങ്ങൾ വന്ന് കറക്ക്. അതേ, നിന്റെ മറ്റവനോട് പറഞ്ഞോ. തന്നോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാല. വരൾച്ച, അണക്കെട്ട് ചോർച്ച, അവ്വർക്കെട്ട്, തമിഴ് പുലി, ആകെ കുഴപ്പാ. എന്നാലും നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? അത്രയ്ക്ക് വേണ്ട, അത്രയ്ക്കും വേണ്ടായിരുന്നു. ജന്തുക്കള് ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എസൻസ് ക്ലബ് പത്തനംതിട്ടയുടെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി. പ്രത്യേകിച്ച് രവി സാറാണ് എന്നെ ഇങ്ങനെ ഒരു സംഭവത്തിന് മോട്ടിവേറ്റ് ചെയ്തത്. ഇതിൽ ഹെൽപ്പ് ചെയ്ത ചില ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ ബിനോയ്, മനോജ്, സജീഷ്, ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു. എല്ലാവർക്കും നന്ദി. അപ്പം ഈ ഐശ്വര്യത്തിൻ്റെ സൈറനും കൊലവിളിയും സംഗീതാത്മകവും എല്ലാം നമ്മുടെ തലയിലാണ്. സാഹചര്യം അനുസരിച്ച് നമുക്ക് അങ്ങനെയും തോന്നും, ഇങ്ങനെയും തോന്നും. പശുവിൻ്റെ കരച്ചിൽ അന്നും ഇപ്പോഴും എല്ലാം ഇത് തന്നെ. എല്ലാം നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന സംഭവങ്ങളാണ്. താങ്ക് യു വെരി മച്ച്.